മറ്റേ പാർട്ടിയിലാണ് അറിയും അല്ലേ. എന്തിപ്പോൾ കാണാതായി പോയത്? ഉമർ തങ്ങൾ ചോദിച്ചു, മാ ഫഅല ഫുലാൻ ഇബ്നു ഫുലാൻ, എന്തേ ഇയാൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ യുതാബിഉ ഫീ ഹാദാ ശറാബ്. മൂപ്പര് പഴയ കുടിയൊക്കെ തുടങ്ങിപ്പോയി, ഇപ്പം മുഴുകുടിയനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസിൽ മുമ്പിലിരുന്നിരുന്ന ആളാണ് ഉമർ തങ്ങളുടെ ഖിലാഫത്ത് നടക്കുമ്പോൾ. പക്ഷെ പിന്നെ ആ പഴയ സ്വഭാവത്തിൽ ഇങ്ങനെ നമ്മളുണ്ടല്ലോ, നന്നായി വന്ന് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോക്കുണ്ട്, അങ്ങനെ ഉണ്ടാവരുത് എന്നാണ്. ഇപ്പോൾ കുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉമർ എന്നവരെ, അതാണ് ഇപ്പോൾ ആളെ കാണാത്തത്. ഇപ്പോൾ ഫുൾ ടൈം ഫിറ്റാണ് ആള്, അതാണ് കാണാത്തതെന്ന് പറഞ്ഞു. ഉമർ തങ്ങൾക്ക് വല്ലാത്തൊരു വിഷമമുണ്ടായി. ഉമർ തങ്ങൾ പറഞ്ഞു, വേഗം ഒരു പേപ്പറും പെന്നും തരീന്ന് പറഞ്ഞു. അന്നത്തെ പേപ്പർ, അന്നത്തെ പെന്ന്. ഉമർ തങ്ങൾ എഴുതാൻ പറഞ്ഞു, എഴുത്. ഈ കത്താണ് അത്ഭുതം. മിൻ ഉമർ ബിനുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീന ഇലാ ഫുലാൻ ഇബ്നു ഫുലാൻ. ഇത് ഉമർ ബിനുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ ഇന്നാലിന്ന ആളിന് ബോധിപ്പിക്കുന്ന കത്താണിത്. സലാമുൻ അലൈക്, നിനക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. ഈ കത്ത് 2000 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണം. സലാമുൻ അലൈക് ഫഇന്നി അഹ്മിദുല്ലാഹ് ഫഇന്നി അഹ്മിദു ഇലൈക അല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. ഉടമസ്ഥനായ ആരാധനക്കർഹനായ അല്ലാഹുവിനെ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കുറിക്കുകയാണ്. അല്ലാഹു ആരെന്നറിയുമോ? ഗാഫിരിദ്ദംബി, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. ഖാബിലിത് തൗബി, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഷദീദുൽ ഇഖാബ്, ശരിക്കും ശിക്ഷിക്കുന്നവനാണ്. ദിത്തൗലി, എല്ലാ കഴിവുമുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലാഹു വ ഇലൈഹിൽ മസീർ, അവനല്ലാതെ ആരാധനക്കർഹനില്ല. ആരൊക്കെ എങ്ങോട്ട് ഓടിപ്പോയാലും അവസാനം അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണല്ലോ. കത്ത് കഴിഞ്ഞു. ഒരായത്താണ് കുറിച്ചത്. ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വ ഇലൈഹിൽ മസീർ. കള്ളുകുടിയനായി മാറിയ, നന്മയിൽ നിന്ന് തിന്മയിലേക്ക് തിരിച്ചുപോയ ഒരാളെ നന്മയിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്ത കത്താണിത്. എന്നിട്ട് പറഞ്ഞു, ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കിൻ സ്വഹാബികളെ, എൻ്റെ കൂടെ ഇരിക്കുന്ന താബിഉകളെ. ഉദ്ഉല്ലാഹ ലി അഖീകും അൻ യുഖ്ബില ബിഖൽബിഹി വ അൻ യതൂബല്ലാഹു അലൈഹി. നിങ്ങൾ എൻ്റെ ആ സുഹൃത്തിനു വേണ്ടി നിങ്ങളൊക്കെ ഒന്ന് ദുആ ഇരക്കണേ. അയാളുടെ മനസ്സു മാറി അല്ലാഹുവിലേക്ക് തിരിച്ചു വരാനും അല്ലാഹു അയാളുടെ തൗബ സ്വീകരിക്കാനും നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. കത്ത് കൊടുത്തു. കൂടുതലുള്ളവരോടൊക്കെ ദുആ ഇരക്കാനും പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. ആ കത്ത് കൊണ്ടുപോയി കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വർഷങ്ങളായി പരിചയമുള്ള ആളാണ്, താബിഇയാണ്. ഉമർ തങ്ങളെ പരിചയമുണ്ട്, പക്ഷേ തിന്മയിലേക്ക് തിരിച്ചുപോയതാണ്. മഹാനായ ഉമർ തങ്ങളുടെ കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങി. ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബ്. അല്ലാഹുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഗാഫിരിദ് ദംബി, ഏത് പാപവും പൊറുക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹുവല്ലേ പാപങ്ങൾ പൊറുക്കുന്നത്. വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? ആർക്ക് പാപം പൊറുക്കാൻ കഴിയും? അല്ലാഹുവിനല്ലാതെ. ഖാബിലിത് തൗബി, പടച്ചവനെ ഞാൻ ഖേദിക്കുന്നു റബ്ബേ, ചെയ്തു പോയി തെറ്റിൽ ഞാൻ സങ്കടത്തിലാണ്, എന്നെ സ്വീകരിക്കണേ എന്ന് മനസ്സുകൊണ്ട് മനസ്സുറപ്പിച്ച് റബ്ബിനോട് ഖേദം പറഞ്ഞാൽ ആ ഖേദ പ്രകടനം സ്വീകരിക്കുന്നവനാണ് അല്ലാഹു. മനുഷ്യന്മാരങ്ങനെയല്ല, ഒരു ഖേദപ്രകടനം സ്വീകരിക്കും, പിന്നെ നിനക്ക് എപ്പോഴും തന്നെയാണല്ലോ പണി, ജോലിയിൽ നിന്ന് പിരിച്ചു വിടും. മനുഷ്യന്മാർ 2 എണ്ണമൊക്കെ കേൾക്കും, 3, പിന്നെ പറയും ഇതൊക്കെ ശരിയാവില്ല കേട്ടോ. അല്ലാഹു അങ്ങനെയല്ല. ഖാബിലിത് തൗബ്, എത്ര തവണ അല്ലാഹുവിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാലും പിന്തിരിഞ്ഞ് റബ്ബിലേക്ക് തിരിച്ചു വരണമെന്ന മനസ്സ് വന്നാൽ അത് അല്ലാഹു സ്വീകരിക്കുന്നവനാണ്. ഷദീദുൽ ഇഖാബ്, എന്നാൽ അവനിലേക്ക് തിരിച്ചു നടക്കാത്തവരെ ശരിക്കും ശിക്ഷിക്കുന്നവനുമാണവൻ. ഖദ് ഹദ്ദറനി ഉഖൂബതഹു വവഅദനി അൻ യഗ്ഫിറ ലി, എൻ്റെ തിന്മകൾക്ക് അല്ലാഹു ശിക്ഷ നൽകുമെന്ന താക്കീത് ഇവിടെയുണ്ട്.
എൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും പുറത്തു തരികയും ചെയ്യുമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനവും ഇവിടെയുണ്ട്. പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? ആ മനുഷ്യൻ ഈ വചനങ്ങൾ ഇങ്ങനെ ഓതിയിട്ട് കരയാൻ തുടങ്ങി. ഖാബിലിത് തൗബി ഗാഫിരിൽ ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബ്. വീണ്ടും ഇങ്ങനെ പറയാൻ തുടങ്ങി. ഗാഫിരിൽ ദംബി, പാപങ്ങൾ പൊറുക്കുന്നവനെ, വഖാബിലിത് തൗബി, പശ്ചാത്താപം ചെയ്തു വരുന്നവനെ സ്വീകരിക്കുന്നവനെ, ശദീദിൽ ഇഖാബ്, ശരിക്കും ശിക്ഷിക്കുന്നവനെ, അല്ലാഹുവേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ആ തിന്മയിൽ നിന്ന് അദ്ദേഹം നിർത്തുകയും തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുകയും അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്ത് മഹാനായ ഉമർ തങ്ങൾക്ക് വിവരം ലഭിച്ചു. ഉമർ എന്നവരെ, നിങ്ങളുടെ കത്തിന്റെ മറുപടി അല്ലാഹു നൽകി കഴിഞ്ഞു. സ്വഹാബികളും താബിയങ്ങളും ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ നന്നായി വിവരം കിട്ടിയപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മുടെ നാടുകളിൽ തിന്മയിലേക്ക് പോയ ഒരാളെ അവൻ പഴച്ചു എന്ന് പറഞ്ഞ് എന്നേക്കുമായി നമ്മൾ ചാപ്പകുത്തി ഒരു മനുഷ്യനെ തിന്മയുടെ വക്താവായി പ്രഖ്യാപിക്കാതെ, പടച്ചവനെ അവനൊന്ന് തിരിച്ചു വരണം, പടച്ചവനെ അവളൊന്ന് നന്നാവണം, അവനൊന്ന് നന്നാവണം, അവൾക്ക് ദീന് ലഭിക്കണേ, അവനൊന്ന് ദീനുണ്ടാവണേ എന്ന് മനസ്സുകൊണ്ട് കൊതിക്കുകയും നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയുമാണ് വേണ്ടത്. നമ്മൾ അവരെ പരസ്യമായി അവരെ ആക്ഷേപിക്കുകയോ അവരെ ഒന്നിനും പറ്റാത്തവരാണെന്ന് വിധി എഴുതുകയോ ചെയ്ത് ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. ഹാക്കദാ ഫസ്നഉ, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സ്വഹാബികളെ. ഇദാ റഅയ്തും മഖാകും സല്ല സല്ലതൻ ഫസദ്ദിദു, നിങ്ങളുടെ കൂട്ടുകാരൻ എന്തെങ്കിലും ഒരു കാലിടർച്ച വന്നാൽ, എന്തെങ്കിലും ഒരു ഇടർച്ച, ഒരു തിന്മയിൽ പെട്ടുപോയി, ഒരു ചീത്ത കൂട്ടുകെട്ടിലങ്ങ് പെട്ടുപോയാൽ ഫസദ്ദിദൂഹു, നിങ്ങൾ അവരെ നന്നാക്കുകയാണ് വേണ്ടത്. വവഫിഖൂഹു, നിങ്ങൾ അവർക്ക് തൗഫീഖ് കൊടുക്കുകയാണ് വേണ്ടത്. വദുഉല്ലാഹ അൻ യതൂബ ഇലൈഹി, അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ ഞങ്ങളുടെ കൂട്ടുകാരന് പുറത്തു കൊടുക്കണേ. വലാ തകൂനു അഅവാനൽ ലിശ്ശൈത്വാനി അലൈഹി, ഒരു മനുഷ്യനും പിശാച് കൂട്ടുകാരനായി പോകരുത്. നിങ്ങളവൻ പിഴച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ പിന്നെ ആരാണ്? അവന് ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ, അവൻ്റെ ശാപവാക്യമെന്ന് പറഞ്ഞാൽ പിശാച് കൂടെയുണ്ടാകട്ടെ എന്നല്ലേ അതിനർത്ഥം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എടുത്തു മാറ്റപ്പെടുകയും പിശാചിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ലഅനത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളാരും നിങ്ങളുടെ കൂട്ടുകാർ പിഴച്ചാൽ, പെണ്ണുങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരികൾ പിഴച്ചുപോയാൽ അവർക്ക് പിശാചിനെ സഹായിയായി കൊടുക്കരുത്. അവർ നന്നായി വരാൻ നിങ്ങൾ ദുആ ഇരക്കുകയാണ് വേണ്ടത്. ഹകദാ ഫഫഅലൂ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഈ കത്തിന് മറുപടി കിട്ടിയപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മഹാനെ കുറിച്ച് പറഞ്ഞത് B+ എങ്കിലാട്ടെ, റമളാനിൽ മാത്രം A+, ഇതിനപ്പുറത്ത് ഇല്ലാത്തതുകൊണ്ട് ബാക്കിയൊക്കെ ഫെയിലാ. അങ്ങനെ ആയി പോകരുത്. കൂനു റബ്ബാനിയീൻ വലാ തകൂനു റമളാനിയീൻ, നിങ്ങൾ റബ്ബാനികൾ, അള്ളാൻ്റെ അടിമകളാകണം, റമളാൻ്റെ അടിമകളാകരുത് എന്ന്. സുബ്ഹാനല്ലാഹ്. മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി, കൂനു റബ്ബാനിയീൻ വലാ തകൂനു റമളാനിയീൻ. നമ്മൾ ശവ്വാലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇസ്തിഖാമത്ത്, അടിയുറച്ച കാൽവെപ്പ് നമുക്ക് വേണം. ഇതൊരു വലിയ പരീക്ഷണമാണ്. ലോകത്തിൻ്റെ പ്രത്യേകത നന്മയും തിന്മയുമുള്ള ലോകമാണിത്. ഇത് രണ്ടും നിലനിൽക്കുമ്പോഴേ ഈ ലോകത്തെ അല്ലാഹു നിലനിർത്തുള്ളൂ. ഇവിടെ കള്ളുടിയന്മാരുണ്ടാവും, ഇവിടെ നല്ല മനുഷ്യന്മാരുണ്ടാവും, ഇവിടെ വട്ടിപ്പലിശക്കാരുണ്ടാവും, ഹലാലായ ജോലി, ചെറിയ ശമ്പളം കിട്ടുന്ന ജോലിയാണ്, പക്ഷെ ഒരാളെയും പറ്റിക്കാതെ നല്ല നിലക്ക് ജീവിക്കുന്ന അങ്ങനത്തെവരുണ്ടാവും. പച്ച നുണ പറഞ്ഞു നടക്കുന്നവരുണ്ടാവും, സത്യം പറഞ്ഞു നടക്കുന്നവരുണ്ടാവും, അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ട്, പടച്ചവനില്ലാത്തവരെ ആരാധിക്കുന്നവരുണ്ട്. ഇവിടെ അക്രമകാരികളുണ്ട്, നല്ല തെളിമയാർന്ന ആർദ്രതയുള്ള കരുണയുള്ള ഹൃദയമുള്ള ആളുകളുണ്ട്. ഈ ലോകം ഇങ്ങനെയാണ്. എല്ലാവരും ഇവിടെ നന്നായാൽ ഈ ലോകം അല്ലാഹു നശിപ്പിക്കുന്ന, പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നന്മ തിന്മയെ വേർതിരിക്കാൻ കഴിയണം. അതിനാണ് നമുക്ക് സ്വർഗം എന്ന് പറഞ്ഞ കൂലി എന്നത്. ഇവിടെ തിന്മ മാത്രമാണ് ഈ ലോകത്തെ അല്ലാഹു നശിപ്പിക്കുന്ന, നന്മ മാത്രമാണ്. എന്നാലും ഈ ലോകത്തിന് നിലനിൽപ്പില്ല. എന്തേ? മനുഷ്യനവിടെ പറഞ്ഞു വിട്ടതിൽ നബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ ജീവിക്കാനും നിങ്ങൾക്ക് ജീവിതവും മരണവും തന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് എന്നറിയാനാണ്. അതറിയണമെങ്കിൽ തിന്മണ്ടപ്പിൽ ഒരു റോങ് ആൻസറിലോടത്തല്ലേ കറക്റ്റ് ആൻസർ ചെയ്തതിന് മാർക്ക് കിട്ടുള്ളൂ.
അല്ലേ? അതിനല്ലേ മാർക്ക്. അവിടെ റോങ് ആൻസർ എഴുതാമായിരുന്നു, അത് എഴുതാതെ കറക്റ്റ് ആൻസർ എഴുതി. അപ്പൊ തിന്മയിലേക്ക് പോകാതെ നന്മയിലേക്ക് നിലനിൽക്കാൻ കഴിയും. നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക്, നമ്മുടെ യുവാക്കൾ, യുവതികൾക്ക്, നമ്മുടെ ചെറുപ്പക്കാര്, മധ്യവയസ്കര്, പ്രായമുള്ളവര് എല്ലാവർക്കും അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ ഇസ്തിഖാമത്ത് നൽകണേ തമ്പുരാനെ. നമ്മ അതിൻ്റെ വഴിയിലൂടെയാണ് ചർച്ച നടക്കുന്നത്. വഴിതെറ്റിപ്പോയ ചില ആളുകളുടെ സംഭവ ചരിത്രത്തിലൂടെ നമ്മളൊന്ന് കയറിയിറങ്ങും, അതൊരു പാഠമായിട്ട്. എന്നിട്ട് നന്മയിൽ നിലനിൽക്കാൻ എന്താണ് നമുക്ക് തടസ്സമാവുന്നത് എന്നൊരു ചർച്ച വരും. അത് കഴിഞ്ഞ് നന്മയിൽ നിലനിൽക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു വിഷയത്തിലൂടെയാണ് നമ്മൾ ഈ പരിപാടിയുടെ അവസാനം എത്തുമ്പോഴേക്ക് ഇൻഷാ അള്ളാഹ് ഇപ്പോൾ 10 മണിയായി, ഒരു 11:45 നമുക്ക് പരിപാടി അവസാനിപ്പിക്കണം ഇൻഷാ അള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്ത് നൽകട്ടെ. അള്ളാഹുവിനോട് അതാണ് ചോദിക്കേണ്ടത്. ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയോട് മഹാന്മാർ ചോദിച്ചു, അവിടുത്തെ സ്വഹാബികൾ ചോദിച്ചു, ഉമ്മു സലമ നിങ്ങളുടെ വീട്ടിൽ നബി തങ്ങൾ രാത്രി നിസ്കരിക്കുമ്പോൾ തങ്ങൾ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത്? യാ മുഖല്ലിബൽ ഖുലൂബ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ നീ ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനല്ലയോ റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിലായി എൻ്റെ ഖൽബിനെ നിലനിർത്തി തരയണമേ എന്ന് ദുആയിരക്കണമെന്ന് തങ്ങൾ ദുആയിരക്കും. തഹജ്ജുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ തങ്ങൾ ദുആയിരക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു ഉമ്മുൽ മുഅ്മിനീൻ, ഇവരൊക്കെ ഹബീബിന്റെ ദുആയെ സംബന്ധിച്ച് പറയും. എന്തുകൊണ്ട് അങ്ങനെ ഇസ്തിഖാമത്ത് വേണം? ഖുർആൻ എടുത്തു നോക്കൂ, വലിയൊരു അത്ഭുതമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൻ നാസും തമ്മിലൊരു ബന്ധമുണ്ട്. ഖുർആനിന്റെ അവ്വലും ആഖിറും തമ്മിൽ ബന്ധമുണ്ട്. ഖുർആനിന്റെ ഒരു സൂറയുടെ ആഖിറും അടുത്ത സൂറത്തിന്റെ അവ്വലും തമ്മിൽ ബന്ധമുണ്ട്. ഒരു സൂറയുടെ അവസാനവും തൊട്ടടുത്ത് വരുന്ന സൂറയുടെ അവസാനവും തമ്മിൽ ബന്ധമുണ്ടാകും. ഇങ്ങനെ നോക്കിയാൽ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനവും സൂറത്തുൻ നാസിന്റെ അവസാനവും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ്. ഇങ്ങനെ അത് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹുവിനോട് സൂറത്തു തഅലീമിൽ മസ്അല, അല്ലാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹയ്ക്ക് മറ്റൊരു പേര് തന്നെ അതാണ്, സൂറത്തു തഅലീമിൽ മസ്അല. അല്ലാഹുവിനോട് എങ്ങനെ ചോദിക്കണം, അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെയും പടച്ചവനെ പുകഴ്ത്തുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെയും അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്, അർ റഹ്മാനിർ റഹീം. വീണ്ടും റബ്ബിനെ വാഴ്ത്തുകയാണ്, മാലികി യൗമിദ്ദീൻ. വീണ്ടും അല്ലാഹുവിനെ സംബന്ധിച്ച് തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ടാണ് ഇഹ്ദിനസ് സിറാത്ത് മുസ്തഖീം. പടച്ചവനെ നേർമാർഗം നൽകണമേ, സന്മാർഗം കാണിച്ചു തരണേ. അങ്ങനെയാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്. നിങ്ങൾ പെട്ടെന്ന് ചോദിക്കല്ല. അല്ലാഹുവിനോട് ഹംദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ദുആരക്കുമ്പോൾ പറയില്ലേ, ഹംദൻ യുവാഫി നിഅമഹു വ യുകാഫിഉ മസീദ. അല്ലാഹുവിനെ ഹംദ് ചൊല്ലണം, അല്ലാഹുവിനെ പുകഴ്ത്തി പറയണം. അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്തവനല്ലേ. അഹിബ്ബുല്ലാഹ ലിമാ യഗ്ദൂകും മിൻ നിഅമിഹി വ അഹിബ്ബൂനി ബിഹുബ്ബില്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണം. ലിമാ യഗ്ദൂകും മിൻ നിഅമിഹി, അവനല്ലയോ നിങ്ങൾക്ക് അനുഗ്രഹം തന്നത്. സാരം നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും ഓക്സിജൻ്റെ ബാഗേറ്റ് പോന്നിട്ടുണ്ടോ? ഉഗ്രപുരത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സെൻട്രൽ വെസ്റ്റ് ഉഗ്രപുരത്ത്, ഇത് വെസ്റ്റ്, ഇങ്ങോട്ട് വെസ്റ്റ് എന്നല്ലേ പറയാം, അവിടെ ഇപ്പോൾ ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ ആ ഗ്രൗണ്ട് കുത്തിരുന്നാലും മദ്ദല കെട്ടുകണ്. നമ്മളെ മൂക്കിലേക്ക് ഓക്സിജൻ കിട്ടാണ്ടിരുന്നാൽ ഒരു 55 സെക്കൻഡ് 60 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു. നമ്മൾ മൂക്കേറ്റാ പോകുന്നത് വരെയെന്ന് ആരും ഓക്സിജൻ്റെ ബാക്ക് എടുത്തിട്ടില്ല. എന്തേ? അതവിടെ ഉണ്ടാവുമല്ലോ. എന്ത് ഗ്യാരണ്ടി? എന്ത് ഗ്യാരണ്ടി? വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. എൻ്റെ റബ്ബ് ജീവനുള്ള എല്ലാറ്റിൻ്റെയും ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതന്നെ ആ ധൈര്യത്തിൽ ഇറങ്ങിപ്പോകുന്നതാണ്. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ വല്ല മരുഭൂമിയിലേക്കും പോകുന്നു. നമ്മൾ ആരെങ്കിലും ഓക്സിജൻ ബാഗ് എടുത്ത് പോകുന്നുണ്ടോ? ഇല്ല. എന്തേ? ഒരു ധൈര്യത്തിൽ മൂക്ക് മാത്രമേ കൊണ്ടടക്കണുള്ളൂ. അവിടെ ഓക്സിജൻ ഉണ്ടാകും, നോക്കണം. ഇത് നിസ്സാരമാണ് നമ്മൾ ആലോചിച്ചാൽ. ഐസിയുവിൽ കിടക്കുമ്പോഴേ ഓക്സിജന്റെ ഒരു കുറ്റിക്ക് എത്ര വില എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് നിരീശ്വരവാദികൾ പറയും, ഇതൊക്കെ ഇപ്പം അങ്ങനെ ഉണ്ടാവുന്നതല്ലേ, പടവ് മുളക്കണതല്ലേ, ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. എത്ര വലിയ നന്ദികേടാണത്. നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും നല്ല രസം തോന്നും ഇവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ. എത്ര വലിയ നന്ദികേടാണത്. അന്നം തന്ന് വളർത്തിയ സ്വന്തം ഉമ്മയോട് ഉപ്പയോട് നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ജീവിക്കുമായിരുന്നു എന്നൊരു 2 ആഴ്ച പ്രായമുള്ളൊരു കുഞ്ഞ് പറയുകയാണെങ്കിൽ എന്താ അതിൻ്റെ അവസ്ഥ? അതന്നെ ഇപ്പോൾ ഈ നിരീശ്വരവാദികൾ പറയുന്നതിൻ്റെ പൊരുൾ.
അങ്ങോട്ട് നിഷേധിക്കുക. എന്ന് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. കോളേജ് കുട്ടികൾക്ക് ഇത് കിട്ടിയാൽ മതി. തോന്നിയ പോലെ ജീവിച്ചോളി മക്കളെ, ഇവിടെ നിന്നൊരു പഠിച്ചവനില്ല, എന്തില്ല, ഒരു ജീവിതത്രേ ഉള്ളൂ, ഇവിടെ വേറെ മരണമൊന്നും വരാനില്ല, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമൊന്നും ഇല്ല എന്നൊരു നിരീശ്വരവാദം പറഞ്ഞാൽ വഴിവിട്ട് ജീവിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളെ കയറൂരി വിടുകയാണ്. അപ്പം അതിന് കുറേ ഓഡിയൻസിനെ കിട്ടും, കുറേ ആൾക്കാരെ കിട്ടും. അഹിബ്ബുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണേ. ലിമാ യഗ്ദൂകും മിൻ നിഅമിഹി, അല്ലാഹുവാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് നൽകുന്നത്. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി, നിഅമതല്ലാഹി അത് മുഫ്രദാണ്. അല്ലാഹുവിൻ്റെ ഒരനുഗ്രഹം നിങ്ങൾ എണ്ണി നോക്കിയാൽ ലാ തുഹ്സൂഹാ, അത് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല. ഒരനുഗ്രഹം ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒന്ന് പിന്നെ എങ്ങനെ കുറേ ഉണ്ടെങ്കിൽ. ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നത് പറഞ്ഞില്ലേ, കത്താൻ ഉപയോഗിക്കുന്ന സാധനം ഈ ഓക്സിജൻ എന്ന് പറഞ്ഞത്. അത് നമ്മൾ മൂക്കിലൂടെ വലിക്കുമ്പോൾ നമ്മുടെ ലങ്സ് റിയത്ത്, അതിന് തിരിച്ചറിയണം ഈ വരുന്നതിൽ കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, വേറെ പല ഗ്യാസുകളുണ്ട്. ഇതിൽ നിന്ന് ഓക്സിജനെ മാത്രം നമ്മുടെ ഹാർട്ട് പിടിച്ചെടുക്കണം, നമ്മുടെ ലങ്സ് പിടിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ചോരയിലേക്ക് കൊടുക്കണം. അപ്പോഴാണ് ബ്ലഡ് വർക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കിയിട്ട് അതിനെ പുറത്തു വിടണം. നമ്മളെല്ലാവരും കോടിക്കണക്കിന് ആളുകൾ ഭൂമിയിൽ ശ്വസിച്ചാൽ ഈ ഓക്സിജൻ തീരുന്നില്ല. എന്തേന്നറിയോ? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുമ്പോൾ ഈ വൃക്ഷങ്ങളൊക്കെ ഓക്സിജനാണ് പുറത്തു വിടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ശ്വസിക്കുന്നു വൃക്ഷങ്ങൾ, ചെടികൾ, നമ്മുടെ സസ്യലതാദികൾ, പച്ചക്കറികൾ, ഇതൊക്കെ അവര് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് അവർ പുറത്തു വിടുന്നത് ഓക്സിജനാണ്. അപ്പൊ ചുറ്റുവട്ടത്തും സസ്യങ്ങളുണ്ടെങ്കിൽ നല്ല ഓക്സിജൻ കിട്ടും. ഇത് അല്ലാഹു പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്വസിക്കുക എന്ന് പറഞ്ഞ ലങ്സ് ഇത് വർക്ക് ചെയ്യേണ്ട ഇത് മെഷീൻ, ജർമ്മൻ മെഷീനല്ലല്ലോ, അള്ളാഹുവിൻ്റെ മെയ്ഡ് ബൈ അള്ളാഹ് ഇറച്ചി കൊണ്ടുള്ള സാധനമാണ് നമ്മുടെ ഈ ശ്വാസകോശം എന്ന് പറയുന്നത്. അതിനിത് തിരിച്ചറിയണ്ടേ. ഏതായി വരുന്ന ഗ്യാസ്, അതിൽ ബസ്സിന്റെ പുക വരുന്നുണ്ടാവും, അതിൻ്റെ കൂടെ അതിനെ വേറെ വിടണം. അതിൻ്റെ കൂടെ മണ്ണെണ്ണ അടിച്ചു പോകുന്ന ഏതെങ്കിലും വണ്ടിക്കാരൻ മണ്ണെണ്ണ വരുന്നുണ്ടാവും, അത് ഒഴിവാക്കി വിടണം. ഓക്സിജൻ മാത്രം പിടിച്ചു നിർത്തണം. എന്നിട്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി പുറത്തു വിടണം. ഈ ഒരൊറ്റ നിഅമത്ത് ലാ തുഹ്സൂഹാ, നിങ്ങൾക്കതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. എന്താണ് ആ ഒരു വിഷയത്തിൽ അള്ളാഹു ചെയ്തത്? പിന്നെ വെള്ളം കുടിക്കണതൊക്കെ വേറെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണം. നബി തങ്ങൾ പറയാം, അള്ളാഹുവിനെ ഒരു കോത്താമ്പിയാക്കിയിട്ട് മാത്രം നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലേ. പഠിച്ചോ എന്ന് പറഞ്ഞാൽ നരകത്ത് കിടാനായിട്ട് മാത്രമുള്ള ഒരാളാണ്. അള്ളാഹു നരകത്ത് കിടും, ഷദീദുൽ ഇഖാബാൻ. അതിന്റെ കൂടെ ഗാഫിരി ദംബ്, അള്ളാഹു അവനെ പറ്റി ആദ്യം പറഞ്ഞത് എന്താ? ഗാഫിരി ദംബ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. പാപങ്ങൾ ഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ദിത്തൗൽ, അള്ളാഹു വലിയ കഴിവുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാൻ പഠിപ്പിക്കണം. മക്കളോട്, മക്കളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകം കിട്ടും എന്ന് പറഞ്ഞ കൂടെ നിസ്കരിച്ചാൽ അള്ളാഹു സ്വർഗം തരും കേട്ടോ. അവിടെ എന്തൊക്കെയുള്ള, അവിടെ നമുക്ക് മൊബൈൽ ഫോണും ഐപാഡൊക്കെ ഉണ്ടാവും. നന്നായി നിസ്കരിച്ചോളാം, കുട്ടികൾ അങ്ങനെ പറയാം അല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ തരും. ഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുൻ, നിങ്ങളുടെ കണ്ണിന് ഇഷ്ടമുള്ളതും നിങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ അവിടെ ഉണ്ടാകും മോനെ. അതുകൊണ്ട് നീ സത്യം പറഞ്ഞാൽ അള്ളാഹു നിനക്ക് സ്വർഗം തരും. കുട്ടികളോട് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഇപ്പോഴും നുണ പറഞ്ഞാൽ അടിയിട്ടു, അല്ലെങ്കിൽ നുണ പറഞ്ഞാൽ നരകണ്ട്, അത് പറഞ്ഞു കൊടുക്കണം. അതിന്റെ കൂടെ എന്ത് പറയണം? ആദ്യം ഖാബിലി തൗബ്, ഗാഫിരി ദംബ്, തെറ്റ് ചെയ്തവൻ അള്ളാഹു പുറത്തു തരും മോനെ. തൗബ ചെയ്യാൻ പഠിക്കണം. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. പേടിച്ചിട്ടാ പണ്ടൊരാൾ നിസ്കരിക്കാൻ വരാതായത്. എന്ത് അള്ളാഹിനെ പേടിച്ചിട്ട് അവിടെ പള്ളിക്ക് കിടക്കാൻ തോന്നുന്നില്ല, പേടിയായിട്ട്. സുബ്ഹാനല്ലാഹ്. പടച്ചതമ്പുരാനെ ഇഷ്ടപ്പെടണേ. അഹിബ്ബുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണേ, സ്നേഹിക്കണേ. നമുക്കിങ്ങനെ 10 റുപ്യ തന്നവനോടൊരു സ്നേഹം ഉണ്ടാവില്ലേ? അവനെ കല്യാണത്തിന് ആദ്യം വിളിച്ചില്ലേ? നമ്മൾ വിളിക്കും. തരാത്തവനോടോ ഇല്ലാത്ത കുറ്റം ഉണ്ടാവില്ല. അപ്പം നമ്മൾ നിസ്സാരമായൊരു നന്മ, ദുന്യാവിലെ ഒരു ചില്ലിക്കാശ് തരുമ്പോഴേക്കും നമുക്കൊരു ഹുബ്ബ് കൂടെ, അവനെ കാണാൻ പൂതിയും എന്തെന്നില്ലാത്ത ഇഷ്ടവും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അള്ളാഹിനോട് എത്ര തോന്നണം നമുക്ക്? നമ്മളെ ഹാർട്ടിന് എത്രയാ വില? ഒരുത്തൻ ചോദിക്കട്ടെ, 1 കോടി തരാം എൻ്റെ ഹാർട്ടിന് എടുത്ത് തരുമെന്ന് ചോദിച്ചാൽ കൊടുക്കും? നിങ്ങൾ കൊടുക്കൂല. ഹാർട്ടില്ല, അതിനെങ്ങനെ ജീവിക്കുക? ആ ബ്രെയിൻ ഇങ്ങോട്ട് തരുമോ? ഞാൻ 2 കോടി തരാം, ആരെയും കൊടുക്കുവോ? കൊടുക്കൂല. കാല് തരാന്ന് പറഞ്ഞാൽ കൊടുക്കുവോ? കാലിൽ തന്നേക്ക് ഞാൻ പൈസ തരാം, ഫിറ്റാക്കണ പരിപാടിയൊക്കെ ഞാൻ ചെയ്തോളാം, കാലങ്ങ് തരുമോ നിന്റെ? കൊടുക്കുവോ? നമ്മള്
എത്ര വില കൊടുത്താൽ കൊടുക്കൂല. അപ്പം അതിനർത്ഥം എന്താ? വിലമതിക്കാനാവാത്ത സാധനം നമ്മൾ ഈ കൊണ്ടുനടക്കുന്നത്. എന്നിട്ടും പറയും എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ, എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, എൻ്റെ കടം വീടിയിട്ടില്ലല്ലോ. എത്ര കോടികളാണ് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ വില എത്രയാണ്, കാതിൻ്റെ വില എത്രയാണ്. യാ അല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കണേ. ലിമാ യുഗ്ദൂകും മിൻ നിഅമിഹി, അവൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണ്ടേ. അവനല്ലേ ഇതൊക്കെ തരുന്നവരെ നമ്മൾ സ്നേഹിക്കണ്ടേ. അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെയും സ്നേഹിക്കണേ. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിനെ സ്നേഹിക്കണം, അള്ളാഹു അല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ തന്നത്. വഹിബ്ബൂനി, നിങ്ങൾ എന്നെയും സ്നേഹിക്കണം. തങ്ങൾ പറയാ ലിഹുബ്ബില്ലാ, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിതന് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടാവൂലേ? സ്നേഹിതൻ പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് വേദമുണ്ടോ പോയി നോക്കുക. അപ്പോൾ കൂട്ടുകാരൻ വിളിക്കല്ലേ പോയി നോക്കുക. ചടപ്പിക്കോ നോക്കുക, പോയി നോക്കുക. ബോറടിപ്പിക്കോ ഒന്നും അറിയില്ല, പോയി നോക്കുക. കൂട്ടുകാരൻ വിളിച്ചതല്ലേ, അല്ലെ കൂട്ടുകാരെ വിളിച്ചു. അങ്ങനെ വേദന വന്നിരിക്കണോലൊക്കെ ഉണ്ടാവില്ല ചിലപ്പം. ഇവിടെ ഒരു കൈപൊക്കിയാട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? കൂട്ടുകാരുടെ ഇഷ്ടം നമുക്ക് ഇഷ്ടമാണ്. അഹിബ്ബൂനി ലിഹുബ്ബില്ലാ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കണം. അതിന് കാരണമുണ്ട്, അവനാണ് ഇതൊക്കെ തന്നത്. പിന്നെ അവന് എന്നെ ഇഷ്ടമാണ്, അത് നിങ്ങൾക്ക് എന്നെ സ്നേഹിച്ചൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഈ സ്നേഹത്തിലാണ് നമ്മുടെ ദീൻ നിൽക്കുന്നത്. ഈ സ്നേഹബന്ധമാണ് നമ്മളും റസൂലും അള്ളാഹും തമ്മിലുള്ള പാലം. ഈ സ്നേഹമാണ്, അത് മരണം വരെ നിലനിന്ന് കിട്ടണം. അത് തിന്മയിലേക്ക് വഴിതെറ്റിപ്പോകാതെ നിലനിൽക്കണം. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാം. സ്വഹാബിയത്തായ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് റംലാ ബീവി. റംലാ ബീവിയുടെ മറ്റൊരു പേരാണ് ഉമ്മു ഹബീബ. നബി തങ്ങളുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. നബി തങ്ങളുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണെന്ന് പരിശുദ്ധ ഖുർആൻ. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന വഅസ്വാജുഹു ഉമ്മഹാതുഹും. അങ്ങനെയല്ലേ? നബി തങ്ങളാണ് നിങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ടവർ. വഅസ്വാജുഹു, ഹബീബിന്റെ ഭാര്യമാർ, ഉമ്മഹാതുഹും, മുഅ്മിനീങ്ങൾ ആണിന്റെയും പെണ്ണിന്റെയും ഉമ്മമാരാണ്. നമ്മുടെ ഉമ്മമാരാണ് നബിയുടെ ഭാര്യമാർ റിദ്വാനുല്ലാഹി അലൈഹിന്ന അജ്മഈൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, സഫിയ ബീവി റളിയല്ലാഹു അൻഹ, രണ്ട് സൈനബ് ബീവിമാർ, മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഈ മഹദിമാരൊക്കെയും നമ്മുടെ ഉമ്മമാരാണ്. റംലാ ബീവിയുടെ ഭർത്താവ് ആരാ? വാപ്പ റംലാ ബീവിയുടെ ഉമ്മു ഹബീബ ബീവിയുടെ ഭർത്താവ് ആരാണ്? അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു. പിന്നീട് മുസ്ലിമായി. ഒരുപാട് കാലം 20 കൊല്ലം ഇസ്ലാമിന്റെ എതിരാണ്. 20 കൊല്ലം എതിരാന്ന് പറഞ്ഞ എന്തൊക്കെ ഡയലോഗുകളാണ് പറഞ്ഞത്. അതൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തില്ലേ? അള്ളാഹു പുറത്തു കൊടുത്തു. എന്തൊക്കെ പറഞ്ഞു ദീനിനെ കുറിച്ച്, റസൂലുള്ളാഹിനെ കുറിച്ച്. പക്ഷേ കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം പുറത്തു കൊടുത്തു. ഇസ്ലാമിനെ പറ്റി അറിയാതെ ഇന്നും ഫേസ്ബുക്കിലും യൂട്യൂബിന്റെ കമന്റിലൊക്കെ കയറിയിട്ട് അങ്ങനെ പറയുന്ന ആൾക്കാർ, പിന്നെ വേറെ നടക്കേണ്ടപ്പോൾ അതിലിപ്പോൾ കമന്റ് പറയുന്നവരുണ്ടാവും. വെറുതെ കയറിയിട്ട് അവർക്ക് അറിയില്ല. അപ്പോൾ അറിവില്ലാത്തതിൻ്റെ ശത്രുവാണല്ലോ. അജ്ഞത ഒരു ശത്രുത ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് കാലം, 22 കൊല്ലം ശത്രുവ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം. 22 കൊല്ലം. 23ാമത്തെ കൊല്ല ബോധം തെളിഞ്ഞത്, പടച്ചോനെ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ അബദ്ധമായി പോയല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂൽ. വാപ്പ മുസ്ലിമാകുന്നതിൻ്റെ 20 കൊല്ലം മുമ്പ് മുസ്ലിമായിട്ടുണ്ട് മോള്. അതാ അത്ഭുതം. ഉമ്മു ഹബീബ ബീവി. വാപ്പ മുസ്ലിമാകുന്നതിൻ്റെ 20. വാപ്പ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷിർക്കിന്റെ നേതാവ്. ബഹുദൈവാരാധന ഇവിടെ നിന്നുപോകും ഇസ്ലാം വന്നാൽ. ഇവിടെ ഞങ്ങൾക്ക് ബിംബങ്ങളുടെ കച്ചവടം നടക്കൂല. സ്വർണത്തിന്റെ ബിംബം വിൽക്കണ്ടേ? അത് നടക്കൂല. വെള്ളിയുടെ ബിംബം വാങ്ങിക്കൊണ്ടോണ്ടേ? അതാരും വാങ്ങിക്കൊണ്ടുപോയില്ല. ഇവിടെ ഏകദൈവം അള്ളാഹു കണ്ണ് തന്നു. പക്ഷെ ഈ കണ്ണുകൊണ്ട് കാണാൻ മാത്രം ചെറുതല്ല അള്ളാഹു എന്ന് പറയുന്ന ഒരു ദീൻ. ആ വാപ്പയുടെ മോളാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അവരാദ്യം കല്യാണം കഴിച്ചത് ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന ആളാണ്. ഭാര്യയുടെ കൂടെ ഹിജറ വന്നു എത്യോപ്യയിലേക്ക്. മദീനത്തേക്ക് ഹിജറ വരുന്നതിന്റെ മുമ്പ് എത്യോപ്യയിലേക്ക് ഒരു ഹിജറയുണ്ട്. ജിദ്ദയിൽ നിന്ന് കപ്പൽ കയറിയിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് എത്യോപ്യ. കടൽ കടന്നിട്ട് അക്കരെ എത്തണം. നജാഷി രാജാവിന്റെ നാട്ടിലേക്ക് ഹിജറ പോയി ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു എന്ന് പറയാനായിട്ടില്ല. ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ഉമ്മു സലമ ബിവിയുടെ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, റഅയ്തു ഫിന്നൗമി, ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ, എൻ്റെ ഭർത്താവ് ഉബൈദുള്ളയെ കണ്ടു ഞാൻ സ്വപ്നത്തിൽ. ഭർത്താവ് ഒപ്പം കിടക്കുന്നുണ്ട്.
ഒരു ബെഡിലാണ്, ഭാര്യ സ്വപ്നം കാണാണ് ഭർത്താവിനെ കുറിച്ച്. എന്റെ ഭർത്താവിന്റെ ഏറ്റവും മോശമായ ഒരു രൂപം, വികൃതമായ ഒരു രൂപം എന്റെ ഭർത്താവിന്റെ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ വല്ലാതെ വിഷമിച്ചു. ഫഫസിഅതു, ഞാനങ്ങോട്ട് പേടിച്ചു, പടച്ചോനെ എന്റെ ഭർത്താവ് ഇത്ര മോശക്കാരനോ? ഏറ്റവും മോശമായൊരു രൂപത്തിൽ വികൃതനായിട്ട് ഭ്രാന്തനായിട്ട് സ്വന്തം ഭർത്താവിനെ കാണുകയാണ്. പേടിച്ചു എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, തഗയ്യർത, നിങ്ങള് എന്തോ നിങ്ങളുടെ മനസ്സിൽ മാറ്റമുണ്ടായോ? നിങ്ങളുടെ ഈമാനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മക്കയിൽ വിശ്വാസികൾക്ക് ജീവിക്കാൻ അവസരം കൊടുക്കാതെ മക്കക്കാരായ മുശ്രിക്കുകൾ വിശ്വാസികളെ മക്കയിൽ നിന്ന് തുരത്തിയോടിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി വന്നവരാണ് അവർ എത്യോപ്യയിലേക്ക്. ഈമാൻ കൊണ്ടോടിയതാണ്. വലിയ ത്യാഗമാണത്. ഭർത്താവിനോട് ചോദിച്ചു, തഗയ്യർത, ഭർത്താവേ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? രാവിലെ എഴുന്നേറ്റ് നോക്കി ഞാനിത് ചോദിച്ചപ്പോൾ എന്നോട് പറയുന്നു, യാ ഉമ്മ ഹബീബ, ഉമ്മു ഹബീബ, ഹബീബ എന്ന മോളുണ്ടവർക്ക്, അതുകൊണ്ടാണ് ഉമ്മു ഹബീബ, ഹബീബാന്റെ ഉമ്മ, റംല എന്ന ഒറിജിനൽ പേര്, റളിയല്ലാഹു അൻഹ. യാ ഉമ്മ ഹബീബ, ഉമ്മു ഹബീബ, ഇന്നി നളറതു ഫിദ്ദീനി ഫലം അറ ഖൈറൻ മിനൻ നസ്റാനിയ്യ. ഉമ്മു ഹബീബ, ഞാൻ ഒരുപാട് മതങ്ങൾ കണ്ടിട്ടുണ്ട്, അതിലേറ്റവും നല്ല മതം ക്രിസ്തു മതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വകുന്തു ഖദ്ദിൻതു ബിഹാ, ഞാൻ ക്രിസ്ത്യാനി മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് തുമ്മ ദഖൽതു ഫീ ദീനി മുഹമ്മദിൻ, അങ്ങനെയാണ് പിന്നെ ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത്. എന്നാൽ തുമ്മ റജഅതു ഇലൻ നസ്റാനിയ, ഞാൻ ക്രിസ്തു മതത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉമ്മു ഹബീബ. ഇവിടെ ക്രിസ്ത്യാനികളുടെ നാടായിരുന്നു അത്, ക്രിസ്ത്യാനികളുടെ നാടാണ്. രാജാവ് ക്രിസ്ത്യാനിയാണ്, നജാഷി, നേഗസ് രാജാവ്. പക്ഷേ അദ്ദേഹം പിന്നെ ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായിട്ടാണ് മരിക്കുന്നത്. നജാഷി രാജാവ് എത്യോപ്യയിൽ മരിച്ചു എന്ന് കേട്ടപ്പോൾ ആ മയ്യത്തിന് മദീനയിൽ നിന്ന് ഗായിബായി നബി തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചു. അതാണ് മയ്യത്ത് മുമ്പിലില്ലാതെ ഗായിബായ മയ്യത്തിന് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന നമ്മുടെ മദ്ഹബിന്റെ ആലിമി, നമ്മുടെ ഉലമാമാർ ആ ഒരു മസ്അല കണ്ടെത്തുന്നത് ഈ ഹദീസിലൂടെയാണ്. നബി തങ്ങൾ നിസ്കരിച്ചു. ആർക്ക്? നജാഷി രാജാവിന്. രാജാവിന്റെ നാട്ടിൽ അന്ന് മദ്യവിൽപ്പന നടത്തുന്നുണ്ട്. അവിടെ വ്യഭിചാരം നടത്തുന്ന പെണ്ണുങ്ങളുണ്ട്. മദ്യക്കുപ്പികൾ കണ്ടപ്പോഴാണ് ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷിന്റെ മനസ്സിൽ മാറ്റമുണ്ടായത്. ഇതുവരെ കുഴപ്പമില്ലായിരുന്നു, പണ്ട് കുടിച്ചു പോകുന്ന സാധനല്ലേ. ഉണ്ടല്ലോ എയർപോർട്ടിൽ എത്തിയാണ്ട് ചെറുക്കനെ കൈ ഇങ്ങനെ കിരി, റബ്ബേ ഇതൊക്കെ എത്ര സൊഫ് എന്നിട്ടാ നാട്ടിൽ കിട്ടണത്. ഇങ്ങനെ പൊറുക്കി കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലത്തല്ലേ ഇപ്പോൾ ഉള്ളത് വിദേശ മദ്യങ്ങളെ. അപ്പോൾ പഴയ കുടിയന്മാർക്കൊക്കെ കൈ ഉറക്കും, അപ്പോൾ പോയിട്ട് പൊതിഞ്ഞുകൊണ്ടിരും കടലാസിൽ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. പഴയ ഒഴിവാക്കിയത് അങ്ങനെ കാണുമ്പോഴേ പിന്നെ പഴയിക്കണ മനസ്സ് പോവുകയാണ്. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് പറഞ്ഞപ്പോൾ വല്ലാഹി മാ ഖൈറുൽ ലക ഉബൈദുല്ലാഹ്, ഇത് നിങ്ങൾക്ക് ഖൈറല്ല കേട്ടോ, നല്ലതല്ല. നിങ്ങൾക്കിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടത്. പക്ഷേ അവൻ പിന്മാറിയില്ല. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ക്രിസ്ത്യാനി മതം സ്വീകരിച്ചു. കള്ള് കുടിക്കാൻ വേണ്ടിയാണ് അത് സ്വീകരിച്ചത്. ക്രിസ്തു മതത്തിന്റെ ശരിയായ ദർശനപ്രകാരം അവർക്കത് പാടില്ലാത്തതാണ്. പക്ഷേ ആ മതത്തിന്റെ പേരിൽ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എത്യോപ്യയിലെ കള്ള് ഷാപ്പുകളിൽ കയറി ഇറങ്ങാൻ വേണ്ടി കുരിശുമാല ധരിക്കുകയുണ്ടായി. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. മരണം വരെ കള്ളുകുടിയനായിരുന്നു എന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ സ്വന്തം ഭർത്താവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എത്യോപ്യയിലെത്തിയിട്ട് ഹിജ്റ പോയിട്ടാണ് ആള് മാറിപ്പോയത്. അങ്ങനെ സംഭവിക്കാം. സ്വഹാബിയായിട്ട് മാറി, പക്ഷേ പിന്നെ ഇസ്ലാം നിന്ന് പുറത്തുപോയി. തിന്മകൾ വല്ലാത്തൊരു വിഷയമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിനോട് ദുആരക്കണം, പടച്ചവനെ തിന്മ എൻ്റെ മനസ്സിന് വെറുപ്പാവണം, നന്മ എൻ്റെ മനസ്സിന് ഇഷ്ടമാവണം. അങ്ങനെ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. അങ്ങനെയാണ് ദുആരക്കേണ്ടത്. അല്ലാഹുവേ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിന് പ്രിയപ്പെട്ടതാക്കി തരണമേ.
വസയ്യിൻഹു ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ വിശ്വാസത്തിനൊരു ഭംഗി നൽകണേ അല്ലാഹുവേ. വജഅൽനാ മിനർ റാഷിദീൻ വകർരിഹ് ഇലൈനൽ കുഫറ വൽ ഫുസൂഖ വൽ അസ്യാൻ. പടച്ചവനെ, ദൈവനിഷേധവും നിരീശ്വരവാദവും തിന്മകളിലേക്ക് പോകുന്നതും ബഹുദൈവ ആരാധന ചെയ്യുന്നതും ഞങ്ങളുടെ ഹൃദയത്തിന് വെറുപ്പാക്കി നൽകണമേ. വജഅൽനാ മിനർ റാഷിദീൻ, കാര്യബോധമുള്ള നല്ലവരാക്കി ഞങ്ങളെ മാറ്റിത്തരയണമേ. ഖുർആൻ പഠിപ്പിച്ച ദുആയാണത്. പഠിച്ചു വെക്കണം. എപ്പോഴും ദ്വാരക്ക. ഇൽമെന്ന് പറയുന്ന അങ്ങനെയാണ്. അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിനെ ചോദിക്കണം. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, മഹദി റളിയല്ലാഹു അൻഹ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി പുലർന്നു. മദ്യപാനം കഴിഞ്ഞ കാലത്ത് ചെയ്തു പോന്നതിന് ആ ഒരു തിന്മയിലേക്കുള്ള ഒരു അവസരം കിട്ടുകയും എത്യോപ്യയിലെ അങ്ങാടികളിൽ മുഴുവനും കള്ള് ഷാപ്പ് തുറന്നു വെച്ചത് കണ്ടപ്പോൾ അത് മക്കയിൽ കാണില്ല. നബിതങ്ങളും സ്വഹാബികളും മദീനത്തേക്ക് വരുന്നതിന് മുമ്പാണിത്. മക്കയിലാണ് അവരൊക്കെ ഉള്ളത്. മക്കയിൽ ഇത് ഉണ്ടെങ്കിൽ പോലും വിശ്വാസികൾ അത് ചെയ്യില്ല. പക്ഷേ നാട് വിട്ടു പോയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയാണ് ഉണ്ടായത്. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്നവരെ സ്വഹാബിയായി മാറിയിരുന്ന ആള് പിന്നീട് കള്ളുകുടിയനായി കുഫറിലായി മരിക്കുകയാണുണ്ടായത്. അതുകൊണ്ടാണ് ഫസ്തഖിം കമാ ഉമിർത, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്ന പോലെ നേർവഴിയിൽ നിലനിൽക്കണേ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്. ഖുർആനിൽ നബി തങ്ങൾക്ക് ഏറ്റവും ഭാരമായും പ്രയാസമായും അത് കൃത്യമായും കൊണ്ടു നടക്കാൻ എത്ര ഗൗരവത്തിൽ ചിന്തിക്കണമെന്ന് ഹബീബ് തന്നെ ആലോചിച്ച ആയത്ത് സൂറത്ത് ഹൂദ്. റഹാൽ ഇബ്നു ഉൻഫുവ ഹബീബിനെ കണ്ട ആളാണ്. ഹബീബായ നബി തങ്ങളെ കാണാൻ വേണ്ടി വരുന്നു. ബനു ഹനീഫ ഗോത്രക്കാരോടുകൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. റഹാൽ ഇബ്നു ഉൻഫുവ, അദ്ദേഹം മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകന്റെ നാട്ടുകാരനാണ്. മുസൈലിമത്തുൽ കദ്ദാബും കൂടെയുണ്ട്. ഫഅസ്ലമ വതശഹദ ഷഹാദത്തൽ ഹഖ്, സത്യത്തിന്റെ വചനം അവൻ ഉച്ചരിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസം മദീനയിൽ ഹബീബായ നബി തങ്ങളെ കണ്ടു. ഖുർആൻ പഠിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖുർആൻ പഠിക്കുകയും ചെയ്തു. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകനായി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ലഅനഹുല്ലാഹ്. ആ മുസൈലിമത്തുൽ കദ്ദാബ് നുബുവത്ത് വാദിച്ചു, ഞാൻ നബിയാണ്. മുസൈലിമത്തുൽ കദ്ദാബ് ആ വാദം ഉന്നയിച്ചപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബിനെ സപ്പോർട്ട് ചെയ്യുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മുസൈലിമക്ക് നുബുവത്ത് പാതി വെച്ച് കൊടുത്തിട്ടുണ്ട്, നുബുവത്തിന്റെ ഒരു ഭാഗം മുസൈലിമക്ക് കൊടുത്തിട്ടുണ്ട് എന്ന പച്ച നുണ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൂടെ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണ് റഹാൽ ഇബ്നു ഉൻഫുവ എന്ന് പറയുന്ന മനുഷ്യൻ. ഷഹാദത്തൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പുറത്തുപോയി. എന്തെങ്കിലും കാര്യം കിട്ടുമെന്ന് കണ്ടപ്പോഴേ മുസൈലിമ പൈസക്കാരനായിരുന്നു. ഒരുപാട് ആൾ കാശ് വാരി വരച്ചു കൊടുക്കും. അപ്പം എന്നാ ഒപ്പം കൂടാന്ന് ചോദിച്ചു. അള്ളാഹു ഹിദായത്ത് അങ്ങോട്ട് വലിച്ചൂരി. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റിദ്ദത്തിന്റെ അഹ്ലുകാർക്കെതിരെ നടന്ന യുദ്ധത്തിൽ വമാത ഖതീലൻ അലൽ കുഫ്രി, കുഫറിലായിട്ട് അവിശ്വാസത്തിലായിട്ട് മരിച്ചുപോയ ആളാണ് റഹാൽ ഇബ്നു ഉൻഫുവ. അതുകൊണ്ട് റബ്ബനാ ലാ തുസിഗ് ഖൂബനാ ബഅദ ഇദ്. സംഭവം വിശക്കുണ്ട്, നല്ല ചൂടൊക്കെ ഉള്ള ആദ്യമായിട്ടൊരു മന്തിച്ചോറ് എന്നതൊക്കെ ആലോചിച്ച് നോക്കി. നാട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർ പിന്നെ സൗദിക്കാരൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടാവും. നാട്ടിൽ ആദ്യം ഒരു കുഴിമന്തി തുറന്നു. ഖബറുകളെ ചാലഞ്ച് ചെയ്തു. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം അബൂ യഅഖൂബുൽ ഹമദാനി റഹ്മത്തുള്ളാഹി അലൈഹി
ഹിജ്റത്തൽ കുഫ്രി ഇബ്നു സഖാ, നിന്റെ നാവിലൂടെ ഞാൻ കുഫറിന്റെ മണം മണക്കുന്നുണ്ട്. നിന്റെ ഈ ചോദ്യത്തിലൂടെ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വലഅല്ലക തമൂതു അലാ ഗൈരിൽ 535 വഫാത്തായാണോ? അവനെ പുറത്താക്കണം. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളാണ്. പറഞ്ഞ പോലെ അവൻ പോയി. അവൻ പിന്നെ ക്രിസ്ത്യാനിയായി. അവൻ പിന്നെ സുവിശേഷ പ്രസംഗം നടത്താൻ വേണ്ടി വന്നു. ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു കൊടുത്തു എന്നാ ശംസുലുലമയോട്, അല്ലേ സാർ നിങ്ങളെ പറഞ്ഞത് വന്നിട്ട് ഇപ്പോൾ ക്രിസ്ത്യാനിയായിട്ട്. ശംസുലുല പോയി കണ്ടോളി, ഞാനത് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാ സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ അള്ളാഹു ചില ഹല്ല് കൊടുക്കുകയാണ് ചില മഹത്തുക്കൾക്ക് ഖൽബിലേക്ക് നോക്കാൻ. മഹാനായ അല്ലാമ അബൂ യഅഖൂബുൽ ഹമദാനി തങ്ങൾ ഇബ്നു സഖാഇനോട് പറഞ്ഞു, ഇബ്നു സഖാ ഇന്നി അജിദു മിൻ കലാമിക റായിഹത്തൽ കുഫ്രി, നിന്റെ ഈ ചോദ്യത്തിൽ കുഫറിന്റെ വാസനയുണ്ട്, കുഫറിന്റെ ഗന്ധമുണ്ട്. ആരോടെ പറഞ്ഞു തരോ? ഖുർആൻ ഹിഫ്ളാക്കിയ മനുഷ്യനോട്. ഹാഫിളാണ്. പറഞ്ഞ പോലെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ചെന്ന് ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് മരിക്കുകയാണ് ഉണ്ടായത്. ഇബ്നു നാവില് ചിന്തയില് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരാൻ വളരെ മനോഹരമായ ദുആ. അല്ലാഹുമ്മ ദുആക്കല്ലേ, റബ്ബി റബ്ബി അഇന്നി, ചൊല്ലിക്കോളൂ. റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ വൻസുർനി വലാ തൻസുർ അലയ്യ വംകുർ ലി വലാ തംകുർ അലയ്യ വഹ്ദിനി ويسر لي الهدى وانصرني على من بغى علي رب اجعلني لك شكارا لك ذكارا لك رهابا لك متواعا لك مخبتا إليك أواها منيبا ربي تقبل توبتي واغسل حوبتي وأجب دعوتي وثبت حجتي وسدد لساني واهد قلبي واسلل سخيمة صدري. നന്നാക്കി തരട്ടെ. പഠിച്ചവനോട് ഇത് ദ്വാരക്കണം. നമ്മൾ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല. ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ എത്ര തവണ പഞ്ചായത്ത് ഓഫീസിൽ കയറിറങ്ങണം. അത് ശരിയായോ ശരിയായോ? അള്ളാഹിൻ്റെ വിഷയത്തിൽ മാത്രം നമ്മൾ ചോദിക്കൂല. ആൾക്ക് മൂലരെ ഏൽപ്പിച്ചാണല്ലോ ദ്വാരക്കണേന്ന്. ഉസ്താദ്മാർക്ക് പണിയെടുക്കാൻ നമ്മളെ പരിപാടി. നിങ്ങൾ ദ്വാരക്കണം കേട്ടോ. നമ്മൾ എല്ലാവരും അങ്ങോട്ട് വസിയത്ത് ചെയ്യണം കേട്ടോ. അതൊക്കെ നല്ലതാണ്. വസിയത്ത് ചെയ്യണം. കൂട്ടത്തിൽ പറയണേ നമ്മളും ദ്വാരക്കണം. നമ്മൾ വേറെ ഏൽപ്പിച്ച് ഇങ്ങനെ കയ്യെട്ടി കുത്തരണം പോരാ. നമ്മളെന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അള്ളാഹുവിനോട് ചോദിക്കണം, റബ്ബേ എന്തായി പഠിച്ചോനെ എൻ്റെ കാര്യങ്ങളൊക്കെ അല്ലാഹുവേ ശരിയാക്കി തരണേ, കൈവിടരുത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണിത്. വിശുദ്ധ ഖുർആൻ മനോഹരമായി സത്യത്തിൽ ഉറച്ചു നിന്ന ആളുകളെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളാണ്. സൂറത്തു ആലു ഇംറാനിൽ
തുടക്കത്തിൽ നമ്മൾ ഓതി വെച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ നമ്മുടെ വളണ്ടിയേഴ്സൊക്കെ ഇവിടെ എല്ലാം റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് തേൻകുപ്പിയാണ്, മാഷാ അല്ലാഹ് നല്ല തേനാണ്. ഷിഫാഉൻ ലിന്നാസ്, ഒരുപാട് രോഗങ്ങളുണ്ട്, രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഷിഫ നൽകട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഈ മദ്രസയ്ക്ക് എന്തെങ്കിലും ഞാൻ പറയില്ല, നല്ലൊരു സംഭാവന കൊടുക്കണം. എത്രയാണെന്ന് ഇപ്പോൾ ഇതിൻ്റെ വില 500 കൊടുത്തോളൂ എന്നൊക്കെ പറയാൻ ബോധ്യമുണ്ട്. ഇല്ലാത്തവരാകുമ്പോൾ വിഷമിച്ചു പോകുമല്ലോ. നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു നല്ല സംഖ്യ, അത് നിങ്ങൾക്കും പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ കേട്ടോ, കണക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കും അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കൊടുക്കാൻ പറ്റിയൊരു നല്ല സംഖ്യ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് വാങ്ങിക്കാം. അള്ളാഹു തആല കബൂലാക്കട്ടെ. ഇത് നമ്മുടെ മദ്രസക്കാണ്. നമ്മുടെ ഉസ്താദ് ഇവിടെ പറഞ്ഞു, ഉസ്താദും കുടുംബം വീട്ടുകാരും ഒക്കെ ഇതിൻ്റെ സഹായികളാണ്. നിങ്ങളും കൂടെ നിൽക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോഴല്ലേ നമുക്കിനെ കൂലിട്ടുള്ളൂ. അല്ല അറബിനെ ഏൽപ്പിച്ചാൽ അവർക്ക് സംഗതി നടക്കും. അത് അറബിക്കല്ലേ കൂലിട്ടുള്ളൂ. ഉഗ്രവൃത്തർക്ക് കിട്ടുമോ, അരിക്കോട്ടർക്ക് കിട്ടുമോ? നമുക്ക് കൂലിട്ടണ്ടേ? അള്ളാഹിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ചെറുതൊക്കെ പലതുള്ളി പെരുവെള്ളമായിട്ട് കിട്ടിയാലോ ഇൻഷാ അല്ലാഹ് അള്ളാഹു ജയിപ്പിക്കട്ടെ. കൊണ്ടുവരും, നിങ്ങൾ സ്വീകരിക്കണേ. ബിസ്മില്ലാ. എല്ലാവരും സ്വീകരിക്കൂലേ? എന്നാ പേഴ്സൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ഒന്ന് എണീറ്റ് സ്വലാത്തിലിരിക്കും അല്ലേ, എന്നാലപ്പോൾ ഒന്ന് ഇളകുള്ളൂ. ഒന്ന് എണീറ്റുള്ളൂ. ബിസ്മില്ലാ. എണീക്കാൻ പ്രയാസമില്ലാത്തവർ മാത്രം എണീറ്റാൽ മതിയേ. നല്ല കനമുണ്ട് ഇവർ കൊണ്ടിരിക്കുമ്പോൾ ഓരോ കയ്യിൻ്റെ ആ ഒരു പ്രയാസങ്ങൾ കാണണം. പിന്നെ പേഴ്സൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നല്ല നോട്ടൊക്കെ ഉണ്ടാവും ഇവിടത്തേക്ക്. ബിസ്മില്ലാ. ഇനിയൊരു അവസരം ഇങ്ങനെ കിട്ടിയില്ലെങ്കിലോ? സുബ്ഹാനല്ലാഹ്. എൻ്റെ അടുത്ത് ഇസ്ലാം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹം വന്നൊരു ഒരാൾ വന്നപ്പോഴേ കലിമ ചൊല്ലാണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ എത്തിയപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, ഇതൊരു പക്ഷേ ലാസ്റ്റ് ബസ്സായിരിക്കും. ഞാനിപ്പോൾ ചൊല്ലണോ വേണോ? ഇപ്പോൾ ഏകദേശം എല്ലാം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതാണ്, വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചോളി. ചിലപ്പോൾ ഇത് ലാസ്റ്റ് ബസ്സായിരിക്കും. പോയാൽ പിന്നെ ടൈം ഉണ്ടാവില്ല, പിന്നെ പൊരയ്ക്ക് എത്തൂല. എന്നാൽ പിന്നെ ചെല്ലാന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇനിയൊരു അവസരം സ്വതക്ക ചെയ്യാൻ കിട്ടിയില്ലെങ്കിലോ ഇൻഷാ അല്ലാഹ്. പിന്നെ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ എണീറ്റുന്നതേ. സോറി. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിൻ്റെ ഹദറത്തിലേക്ക് സ്വലാത്തുൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടത്തേക്ക് അല്ലാഹു കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. അവിടുത്തെ സുഹബത്തിൽ അല്ലാഹു നമുക്ക് നാളെ സ്വർഗം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലേ? 9:40 തുടങ്ങിയില്ലേ? 35 10:45. സുബ്ഹാനല്ലാഹ്. ഉഗ്രവൃത്ത സമയം ഭയങ്കര സ്പീഡാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീർ ഫമാ വഹനൂ ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹ് وما ضعفوا وما استكانوا والله يحب الصابرين وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين. وكأي من نبي يتر പ്രവാചകന്മാർ, എത്ര നബിമാർ. قاتل معه ربيون كثير. അവരോട് യുദ്ധം ചെയ്യാൻ വന്ന ശത്രുക്കളോട് അള്ളാഹുവിൻ്റെ കൂടെ നിന്ന പടച്ച തമ്പുരാനെ നെഞ്ചിലേറ്റുന്ന എത്ര ആളുകളാണ് അംബിയാഇന്റെ കൂടെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നവർ. ഫമാ വഹനൂ, അവരാരും ക്ഷീണിച്ചു പോയില്ല. ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹ്, അള്ളാന്റെ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏൽക്കുന്ന പ്രയാസങ്ങളെ കൊണ്ട് അവരാർക്കും ക്ഷീണം സംഭവിച്ചില്ല. അവരാരും തളർന്നില്ല. യുദ്ധത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞാലേ നമ്മൾ
പേഴ്സ് എടുക്കണ മാതിരിയല്ല. ഇത് യുദ്ധമാണ്, ഫേസ് ടു ഫേസ്. അന്നത്തെ യുദ്ധങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടൊന്നും ഓല് തളർന്നില്ല എന്ന് ഞാൻ പറയാം. അവരാരും ദുർബലരായി മാറുകയോ അവരാരും അടിപതറുകയോ ചെയ്തില്ല. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. ക്ഷമിക്കുന്നവരെ അള്ളാഹുവിന് വളരെയേറെ ഇഷ്ടമാണല്ലോ. അള്ളാഹുവിൻ്റെ വഴിയിൽ ക്ഷമിക്കാൻ. നല്ല നിലക്ക് ജീവിച്ചു പോയാൽ ഭയങ്കര പരീക്ഷണം വരും. അപ്പോൾ ഇട്ടു പോകരുത്. ഇപ്പോൾ ഖുർആൻ ഹിഫ്ള് പഠിക്കാൻ പോണ കുട്ടികൾക്ക് പിശാചിൻ്റെ ശല്യം ഉണ്ടാവും. കുട്ടി ഉറക്കത്തിലൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങുക. കുട്ടിക്ക് ഭയങ്കര പേടി, എന്തോ ഒരു അസുഖം, എന്താണെന്ന് മനസ്സിലാവണില്ല. അതാ ഹിഫ്ളിന് പോയാൽ അവിടെ ചെന്നാൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ കാണാം. പിശാചിന് വലിയ ദേഷ്യമാണ് ഖുർആനിലേ പഠിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ വിജയമാണ്. മനുഷ്യന്മാർ പരാജയപ്പെടണമെന്നാണ് അവൻ്റെ ആഗ്രഹം. മനുഷ്യന്മാർ വിജയിക്കണമെന്ന് ഇഷ്ടപ്പെടില്ലല്ലോ. ഒരാൾ ഖുർആൻ പഠിച്ചാൽ അടുത്താക്കും പഠിപ്പിച്ചു കൊടുക്കൂലേ? നല്ല പരീക്ഷണം വരും, ഭയങ്കര പരീക്ഷണങ്ങൾ വരും. ഇട്ട് ഓടിപ്പോരരുത്, എന്നാലും പിടിച്ചു നിൽക്കണം. അങ്ങനെയാണ്. وما كان قولهم إلا أن قالوا. അള്ളാഹുവിനോട് അവർ ദുആ ഇരക്കുമായിരുന്നു. മുൻകാല പ്രവാചകന്മാരും അവരുടെ കൂടെ നിന്നവരും. എന്താണ് ആ ദുആ? ഇത് നമുക്കൊന്ന് വരക്കാം. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ. പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. വ ഇസ്റാഫനാ ഫീ അംരിനാ. ഞങ്ങൾ വഴിതെറ്റി ചെലവഴിക്കുന്നത്, ധൂർത്തടിക്കുന്നത്, ഞങ്ങളുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നത്, പടച്ചവനെ ഞങ്ങളെ പറ്റിപ്പോകുന്ന തിന്മകൾ നീ ഞങ്ങൾക്ക് മാപ്പ് തരയണമേ. വസബ്ബിത് അഖ്ദാമനാ. ഞങ്ങളുടെ കാലുകളെ ഇടറാതെ സൂക്ഷിക്കണമേ, അടിപതറാതെ സൂക്ഷിക്കണേ ഞങ്ങളുടെ കാലുകളെ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ധർമ്മനിഷേധികളെ, സത്യം നിഷേധിക്കുന്ന ആളുകൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവരെ. ഈ ലോകത്ത് അല്ലാഹു പ്രതിഫലം കൊടുത്തു. നാളെ പരലോകത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രതിഫലവും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ മുൻഗാമികൾ ദുആ ചെയ്ത ദുആയാണ് പറയുന്നത്. സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരെ, ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നവർ, അള്ളാഹുമായുള്ള ബന്ധമങ്ങ് മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരാൾക്കും അവിടെ നിന്ന് വിട്ടേച്ചു പോരാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ മുർത്തദ്ദുകൾ, ഇസ്ലാമെന്ന് പുറത്തുപോയവർ മുഴുവനും ഈ ധർമ്മം ഉള്ളിലേക്ക് എടുക്കാത്തവരാണ്. നാവുകൊണ്ട് മാത്രം പറഞ്ഞവരെ, അവർക്കത് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിറഖൽ എന്ന് പറയുന്ന രാജാവ്, ഹിറാക്ലിയസ്, നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം, അദ്ദേഹം തുർക്കിയുടെ ഭരണാധികാരിയാണ്. അന്നാണ് അതിന് റോം എന്ന് പറയാ. തുർക്കിക്കാണ് അന്നത്തെ റോം, തുർക്കിയാണ്. റൂമിയ എന്ന് പറഞ്ഞതാണ് ഇറ്റലിയുടെ തലസ്ഥാനമായ റോം. റോമക്കാർ എന്നൊക്കെ പറഞ്ഞ തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പേർഷ്യൻ ഭരണകൂടം എന്നാണ്. അന്നത്തെ രാജാവ് ഹിറാക്ലിയസ് രാജാവ്. നബിതങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കളോട് നബിതങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫലസ്തീനിലേക്ക് അവർ വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കത്ത് വന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 6-ാം വർഷം രേഖപ്പെടുത്തിയ ഹുദൈബിയ സന്ധിക്ക് ശേഷം രാജാക്കന്മാർക്ക് മുഴുവൻ കത്തെഴുതി, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത്. ആ കത്ത് ഹിറഖൽ രാജാവിന് കിട്ടി. അദ്ദേഹത്തിന് അറബി അറിയില്ല. ട്രാൻസ്ലേറ്റർ കൊണ്ടുവന്നു. എന്താണ് ഈ പറയുന്നത്? അസ്ലിം തസ്ലം, accept Islam, you shall be successful. നിങ്ങൾ എന്താ ഇസ്ലാം സ്വീകരിക്കണം, നിങ്ങൾക്ക് വിജയം ഉണ്ടാവും, സമാധാനം ഉണ്ടാകും. അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മർറതൈൻ. accept Islam, Allah will reward you twice. അല്ലാഹു 2 കൂലി തരും. ഒന്ന്, നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചു, പിന്നെ ഇസ്ലാമിലേക്ക് വന്നു, 2 കൂലി കിട്ടും. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവരും ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളായിരിക്കും. ഇസ്ലാം സ്വീകരിച്ചോളൂ. ഇസ്ലാമിനെ പറ്റി വിവരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഇവിടെ അറബികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പൊ ഒന്ന് ഫലസ്തീനിലാണ് അദ്ദേഹം ഉള്ളത്. അറബികളുണ്ട്. ആരാ? മക്കയിലെ വലിയ ബിസിനസ്സുകാരൻ വന്നിട്ടുണ്ട്. ആരാണത്? അബൂ സുഫിയാൻ ഇബ്നു ഹർബ്. ഓ, മക്കയിലെ പ്രമാണിയാണല്ലേ. നോക്കൂ, അബൂ സുഫിയാൻ എന്ന മുസ്ലിം അല്ല, ശത്രുവാണ്. എന്നാ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മുമ്പിൽ നിർത്തി. അബൂ സുഫിയാനെ മുമ്പിലിരുത്തി ബാക്കിലുള്ള കച്ചവടക്കാരെ അബൂ സുഫിയാന്റെ ബാക്കിൽ രാജാവിനോട് മുമ്പിലേക്ക് തിരിഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടി പറയാം. അബൂ സുഫിയാൻ രാജാവിന്റെ മുഖത്തേക്ക്, അബൂ സുഫിയാന്റെ ബാക്കിൽ കൂടെ വന്ന ആൾക്കാരും. രാജാവ് പറഞ്ഞു, അബൂ സുഫിയാൻ മുമ്പിലുണ്ട്. കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങളുടെ നേതാവ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നുണ പറഞ്ഞാൽ ഒന്ന് കൈവക്കിയാൽ മതി.
ഇപ്പം പറഞ്ഞത് വടായാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിക്കോളാം. അതിൽ അബൂ സുഫിയാൻ പേടിച്ചു. മോശല്ലേ, നേതാവായിട്ട് നിങ്ങൾ പറഞ്ഞ നുണയെന്ന് പറഞ്ഞാൽ അറബികൾക്ക് ഭയങ്കര അഭിമാനബോധമാണല്ലോ. അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ നുണ പറയാൻ പരമാവധി ശ്രമിച്ചിരുന്നു, പക്ഷെ ഈ ഒരു വാക്ക് രാജാവ് പറഞ്ഞതിൽ പിന്നെ എനിക്ക് ധൈര്യം വന്നില്ല. മോശല്ലേ നുണ പറഞ്ഞാൽ. അങ്ങനെ എന്നോട് ചോദിച്ചു. എന്താ ചോദ്യം? ഫഹൽ, കുറേ ചോദ്യം ഉണ്ട് കേട്ടോ നബിനെ സംബന്ധിച്ച്. അത് ദീർഘമായൊരു ചരിത്രം നമ്മൾ വേറെ വേദലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് ചോദ്യം. ഈ നബി ആരാണ്? ഈ നബിയുടെ കുടുംബത്തിന് മുമ്പ് രാജാക്കന്മാരെ വന്നിട്ടുണ്ടോ? ഇല്ല. രാജാക്കന്മാരെ വന്നിട്ടുണ്ടെങ്കിൽ ആ രാജഭരണം പിടിക്കാനാണ് അദ്ദേഹം ഈ നുബുവത്ത് വാദം പറയുന്നത് എന്ന് വരും. അപ്പം അതല്ല. നല്ല കുടുംബാണോ? അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. കൂടുള്ളവരാരാ? മുതലാളിമാരോ പാവപ്പെട്ടവരോ? പാവപ്പെട്ടവരാണ്. അമ്പിയാൻ്റെ കൂടെ അങ്ങനെ തന്നെ ഉണ്ടായത്. കുറേ പാവപ്പെട്ടവരാ ആദ്യം കൂടിയത്. സുബ്ഹാനല്ലാഹ്. ഈ നബി എപ്പോഴും നുണ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല, നുണയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഇടയ്ക്ക് ഇങ്ങനെ മക്കത്ത് നിന്ന് ഇവിടെ നിങ്ങളെ നാട്ടിൽ വന്നു എന്ന് പറഞ്ഞു. ഇസ്രാ മേറാജ് എന്നതിനൊരു പറഞ്ഞ പേര്. അത് ഒരു രാത്രി പോയി വന്നു, പിന്നെ ആകാശത്തേക്കും പോയി എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല, അത് നുണയാണെന്ന് അബൂ സുഫിയാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോഴാണ് അവിടുത്തെ ഒരു പാട്രിയാർക്കീസ്, രാജാവേ അതെനിക്ക് ഓർമ്മയുണ്ട്, റജബിലല്ലേ മസ്ജിദുൽ അഖ്സായുടെ വാതിലടക്കാൻ കഴിയാതെ ഒരു ദിവസം ഈ ബിൽഡിങ്ങിൻ ഒന്നാകെ അഖ്സാ പള്ളിയുടെ ചുമര് ഡോറിലേക്ക് അമർന്നു വന്നൊരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആശാരി പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല, നേരം വെളുക്കട്ടെ. അന്ന് അഖ്സായുടെ ചരിത്രത്തിൽ വാതിലടക്കാതെ ഞങ്ങൾ പോയ ദിവസമാണത്. രാവിലെ നോക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ കാൽപ്പാടുകൾ അവിടെ കാണുകയുണ്ടായി. നല്ല മഴയല്ലേ, മാഷാ അല്ലാഹ്. വന്നോലാരും പോകില്ല, ഇനി ധൈര്യമായിട്ട് പറയല്ലേ. ഇനി തീർന്ന വരെ പെയ്തോട്ടല്ലേ, നമ്മൾ പരിപാടി അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഓരോ തുള്ളിയോടൊപ്പം പടച്ചതമ്പുരാൻ്റെ കരുണയാണ്. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. മഴയില്ലാതെ വെള്ളമില്ലാതെ എത്ര പ്രയാസത്തിലാണ്. വേദ കഴിഞ്ഞാലും പോയി കുടിന്ന് കിണറ്റിന്ന് വെള്ളം മുക്കണ്ടേ. മഴ പെയ്യട്ടെ, നല്ല നല്ല തെളിനീർ നമ്മുടെ കിണറുകളിലും പുഴകളിലും ഒക്കെ വേണം. അവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ സുഫിയാനോട് ചോദിച്ച ചോദ്യത്തിൽ ഇസ്രാ മിഅ്റാജ് നടന്നതുപോലും സത്യമാണെന്ന് അന്നത്തെ ഒരു പാട്രിയാർക്കീസ് പറഞ്ഞു. ഒരുപാട് ആളുകളുടെ കാലിൻ്റെ അടയാളം അഖ്സായുടെ മുറ്റത്ത് ഞാൻ കണ്ടു. അത് അള്ളാഹുവിൻ്റെ പ്രവാചകന് വേണ്ടി പടച്ചതമ്പുരാൻ ഒരുക്കി വെച്ചതായിരിക്കണം. ഇബ്നു കസീർ തങ്ങൾ തഫ്സീറിൽ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ അതും പൊളിഞ്ഞു. അടുത്ത ചോദ്യം ഇതാണ്, ഫഹൽ യർതദ്ദു അഹദും മിൻഹും സഖ്തതൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുല ഫീഹി. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മതത്തിനോടുള്ള ദേഷ്യം കൊണ്ട് ആരെങ്കിലും മതത്തിൽ നിന്ന് പുറത്തു പോകാറുണ്ടോ? ഇസ്ലാം സ്വീകരിച്ച ആളുകൾ പിന്നെ ഇസ്ലാം വേണ്ടാന്ന് പറഞ്ഞ് പുറത്തു പോകാറുണ്ടോ? അബൂ സുഫിയാന്റെ മറുപടി ലാ, അതില്ലട്ടോ. അതിൽ വിശ്വസിച്ച ഒരാളും പിന്നെ പുറത്തു പോരുന്നില്ല, അവരതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹിറാക്ലിയസിന്റെ മറുപടി വന്നു, വക്കദാലികൽ ഈമാനു ഹീന തുഖാലിതു ബശാതതുൽ ഖൽബ്. ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചമെത്തിയാൽ ഇങ്ങനെ തന്നെയാണല്ലോ. ഈമാൻ ഹൃദയത്തിൽ ഉറച്ച ആളുകൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇരക്കേണ്ടത്, പടച്ചവനെ ഈമാൻ ഞങ്ങളുടെ ഖൽബിനുള്ളിലേക്ക് നൽകണേ. എവിടെ ചെന്നാലും എവിടെ യാത്ര പോയാലും ഹൃദയത്തിൽ ഈമാൻ നഷ്ടപ്പെടാത്ത രീതിയിൽ അള്ളാഹു ഞങ്ങൾക്ക് കാലുറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മഴ പെയ്തിട്ടില്ലെങ്കിൽ പന്തൽ മുതലാവില്ല. അപ്പോൾ സംഘാടകർ പറയലേ, പന്തലൊക്കെ ഇട്ട് മഴ പെയ്തില്ലല്ലേ. അപ്പം നമുക്ക് സമാധാനമായി, ഇങ്ങൾക്കൊന്നും മഴ കൊള്ളാതെ ഇരിക്കാനും പറ്റി. അൽഹംദുലില്ലാ. പിന്നെ വേദൻ്റെ ഇടയിലാണ് നിങ്ങളാരും നീച്ചു പോകില്ല. അൽഹംദുലില്ലാ. എല്ലാവരും തേങ്കുപ്പിയൊക്കെ വാങ്ങിയില്ലേ? വാങ്ങിയോ? എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കൊടുക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ഒരു ബക്കറ്റൊക്കെ വരേണ്ടി വരുമല്ലേ? കൊടുക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ടായിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാൻ ഉറച്ചു നിൽക്കാൻ പഠിപ്പിച്ച ഒരു പാഠം ഈമാനിന്റെ മധുരം ഹൃദയത്തിൽ കിട്ടലാണ്. 2, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുടെ കൂടെ നിൽക്കണം നമ്മൾ. നല്ല ഒരു ഇസ്ലാമിൽ സജ്ജനങ്ങളുടെ സ്വാലിഹീങ്ങളുടെ ഒരു സംഘടനയുണ്ടെങ്കിൽ ആ സംഘടനയുടെ കൂടെ നിൽക്കുക, ആ ഒരു സംഘത്തിൻ്റെ കൂടെ നിൽക്കുക, ആ ഒരു കൂട്ടായ്മയുടെ കൂടെ നിൽക്കുക. ഒറ്റപ്പെട്ടു പോകരുത്. അങ്ങനെയാണ്. ഒറ്റക്ക് നടക്കുന്ന ആടിനെയാണ് ചെന്നായ പിടിക്കുക, കൂട്ടത്തിൽ നടക്കുന്നവരെ പിടിക്കൂല. കൂട്ടത്തിലേക്ക് അറ്റാക്ക് ചെയ്യൂല. പിശാചും അങ്ങനെയാണ്, ഒറ്റക്ക് നടക്കുന്നവനെ പിടിക്കുക. സജ്ജനങ്ങളുടെ കൂടെ നടക്കണം.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കണ്ണാടിയാണ് ഒരു വിശ്വാസി, കണ്ണാടിയാണ്. മുഅ്മിനായ മനുഷ്യന്റെ കണ്ണാടിയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. അബൂദാവൂദ് എന്നവർ ഉദ്ധരിച്ച ഹദീസാണിത്. വൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനിന്റെ സഹോദരനാണ്. യകുഫു അലൈഹി ദുഇഅതഹു, അവന്റെ സാധനങ്ങളും സാമഗ്രികളും വീടും പറമ്പും സംരക്ഷിച്ചു നിർത്തുന്നവനാണ് അവർ. വയഹൂതുഹു മിൻ വറാഇഹി, അവൻ നാട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവന് സംരക്ഷണം കൊടുക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ. അവരൊറ്റപ്പെടുത്തരുത്, കൂട്ടുകാരെ കൈവിടരുത്, അവരുടെ കൂടെ നിൽക്കണം. മുഅ്മിനീങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ കണ്ണാടിയാണ് മുഅ്മിനായ മനുഷ്യൻ. തൻ്റെ കൂട്ടുകാരൻ വന്ന് പറയും, പിന്നെ നീ ചെയ്തത് ശരിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അതൊന്നും തിരുത്തണ്ടേ, ആ കാണിച്ചത് ശരിയായിട്ടില്ല കേട്ടോ, നിന്റെ ഈ സ്വഭാവം നീ മാറ്റണം അർജന്റായിട്ട്, ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇത് മുഅ്മിനായൊരു കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കണം. നല്ല സൗഹൃദ ബന്ധം വേണം, ബന്ധം വേണം. നല്ല കൂട്ടുകാർ കൂടെയുണ്ടെങ്കിൽ വഴിതെറ്റിപ്പോവില്ല. അതുകൊണ്ട് നല്ല സൗഹൃദം വേണം. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചല്ലോ ഒരു ചോദ്യം സൂറത്തു ത്വാഹയിൽ, വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉദ്ദു ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ. അള്ളാഹു നബുവത്തിന്റെ പ്രകാശം കൊടുക്കുകയാണ് നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്. നമ്മൾ ഫലസ്തീനിലേക്ക് യാത്ര, നമ്മുടെ സുലൈമാനാജി പോയോ? സുലൈമാനാജി എൻ്റെ ഇന്നലെ ഇവിടെ പോയോ? എണീറ്റ് പോയോ? അപ്പോൾ ഇവിടെ കണ്ടിരുന്നു സുലൈമാനാജി. ഞങ്ങളൊക്കെ ഒരുമിച്ച് യാത്ര ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയ സ്ഥലമുണ്ട് മരുഭൂമിയിൽ, സീനാ മരുഭൂമിയിൽ. സെയിൻറ്റ് കാത്തറിൻ ചർച്ച് എന്ന് പറയുന്ന ആ ഒരു മലയിടക്കിൽ, അവിടെയാണ് സീനാ മല. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സംസാരം കേട്ട വൃക്ഷം അവിടെ ഇപ്പോഴും ഉണ്ട്. എത്രയോ 5000 കൊല്ലം പഴക്കമുള്ളൊരു ചെറിയ ചെടി, ഇപ്പോൾ ഉണങ്ങിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് സംസാരിച്ച സ്ഥലമാണത്. ഇന്നവിടെ അവിടെ ഒരു വലിയ ചർച്ചാണുള്ളത്. പഴയകാലം മൂസാ നബിൻ്റെ കാലം മുതലുള്ളതല്ലേ. ക്രിസ്ത്യാനികളാണത് പരിപാലിച്ചു പോരുന്നത്. അവിടെ ഈജിപ്തിൻ്റെയും ഫലസ്തീനിൻ്റെയും നടുവിൽ, മധ്യത്തിൽ, മരുഭൂമിയുടെ മധ്യത്തിൽ, സുബ്ഹാനല്ലാഹ്, സീനാ മരുഭൂമിയിൽ മൂസാ നബി അള്ളാഹുവിനോട് സംസാരിച്ചപ്പോൾ, നുബുവത്ത് കിട്ടിയപ്പോൾ മൂസാ നബി റബ്ബിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, അള്ളാഹുവേ, എൻ്റെ ജ്യേഷ്ഠനാണ് ഹാറൂൻ, ഹാറൂനിനെയും നീ റസൂലാക്കണം റബ്ബേ, എൻ്റെ സഹോദരനും കൂടെ നുബുവത്ത് കൊടുക്കണേ. മഹാന്മാർ പറയാ, ഒരു ജ്യേഷ്ഠന് അനുജനോടോ അനുജൻ ജ്യേഷ്ഠനോടോ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളിൽ മൂസാ നബി ചെയ്തു കൊടുത്ത ഉപകാരം ഒരാൾക്കും ലോകത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്വന്തം ജ്യേഷ്ഠനെ നബിയാക്കണമെന്നല്ലേ പറയണത്, പുരണ്ടാക്കി കൊടുക്കണമെന്നല്ലേ, നബിയാക്കണേ. ഇനി എന്തായാലും വേണ്ടത്. ഹാറൂൻ നബിയുടെ മഖാമ് അവിടെ കാണാൻ പറ്റും. വറീഹു നബിയില്ലാഹി, ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ചെറിയൊരു ഒരു ഒരു കെട്ടിടം, അതിനുള്ളിലാണ് ഹാറൂൻ അലൈഹിസ്സലാം. ഇതൊക്കെ സെയിൻറ്റ് കാത്തറിൻ ചർച്ച് എന്ന് പറയുന്ന ഈ മരുഭൂമിയിലാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി ചോദിക്കാൻ, വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി, പടച്ചവനെ, എൻ്റെ ബന്ധുവായ ആൾക്ക് ഹാറൂൻ അഖീ, എൻ്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിനെ നീ നുബുവത്ത് കൊടുക്കണേ. ഉഷ്ദുദ് ബിഹി അസ്രി, എനിക്കൊരു സഹായം കിട്ടാനാണ്. വഅശ്രികുഹു ഫീ അംരി, എൻ്റെ സഹോദരൻ ഞാനും ഒരുമിച്ച് നിനക്ക് വേണ്ടി ദഅവത്ത് ചെയ്യണം. കൈ നുസബ്ബിഹക കസീറാ, എന്തിനാണത്? ഞങ്ങൾ ഒരുമിച്ച് നിനക്ക് തസ്ബീഹ് ചൊല്ലും. ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന പോലെയല്ലല്ലോ ഒരുമിച്ച് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നത്. ഒരു മജ്ലിസിന് കൂലിയുണ്ടല്ലോ, പ്രതിഫലമുണ്ടല്ലോ. വനദ്കുറക കസീറാ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് റബ്ബേ നിന്നെ ഓർക്കുന്നവരാണ്, നിനക്ക് ദിക്ർ ചൊല്ലുന്നവരാണ്. പ്രിയനല്ലേ? അറിയാൻ പറ്റൂലേ, കൈ തന്നിട്ട് ബസ്സിൽ നിന്നൊരു കരലൊക്കെ വെക്കല്, അവസാനം പിരിക്കാൻ വരും. പണ്ടതൊക്കെ അപ്പോഴേ ആ കുടിച്ചിന് പൈസകൾ തരികയെന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമെന്ന് ചോദിച്ചത്. അൽഹംദുലില്ലാ, ഏതായാലും ഇവിടെ മുഹമ്മദ് ഗുരുവൻ പറഞ്ഞു, ഈ മഴയത്ത് ചുക്കാപ്പിന്നെ കിട്ടേണ്ടത് അല്ലേ. ഇപ്പോൾ ഫലൂഡ അല്ലെങ്കിൽ ഐസ്ക്രീമൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, ഈ ചുക്കാപ്പിന്. മാഷാ അള്ളാഹു ഇതിന് സഹായികളായ ആൾക്കാർക്ക്, നമ്മുടെ വളണ്ടിയർമാർ ഇതിന് സംഭാവന ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബ്. നിങ്ങൾ കുടിക്കുമ്പോൾ അങ്ങനെ ബിസ്മി ചൊല്ലി കുടിക്കുമ്പോൾ ഒരു വലത്തെ സുലൈമാനാജിത് അവിടെ, മാഷാ അല്ലാഹ്, ഞങ്ങൾ ഒരുമിച്ച് യാത്ര അവിടെ പള്ളി പോയതേന്. സുലൈമാനാജി ഭയങ്കര രസമാണ്. ഞങ്ങളെ യാത്രയിലെ ഏറ്റവും രസകരമായ യാത്ര സുലൈമാനാജിൻ്റെ ബസ്സിലായിരുന്നു. അപ്പോൾ മാഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവിടെ നമ്മുടെ
കബീറിൻ്റെ ഒപ്പം ഒരു പേരിന് ചെതിരി പേജ് അൽവിക്കുട്ടിയാജ് ചെറിയ ഒരു അസുഖവും പ്രയാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു ഷിഫ കൊടുക്കട്ടെ, അള്ളാഹു ഷിഫ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചോനെ എൻ്റെ സഹോദരനും കൂടെ നീ നുബുവത്ത് കൊടുത്താൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തസ്ബീഹ് ചൊല്ലുമല്ലോ, ഞങ്ങൾ ഒരുമിച്ച് നിനക്ക് ദിക്ർ ചൊല്ലും. അപ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സുറക്കും. അതുകൊണ്ടാണ് ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസുകൾ, മജ്ലിസുന്നൂർ, ബദരീങ്ങളുടെ അബദാനങ്ങൾ വാഴ്ത്തുന്ന, ഇവരെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുന്ന മജ്ലിസുകൾ, ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സുകൾ, വഅദിൻ്റെ സദസ്സുകൾ, ഇതൊക്കെ എന്ത് ചെയ്യണം? സംബന്ധിക്കണം. മുഅ്മിനീങ്ങളുടെ ഒരു കൂട്ടായ്മ വേണം. അങ്ങനെയാണ് സജ്ജനങ്ങളുടെ കൂട്ടായ്മ വേണം. നല്ല കൂട്ടുകാരില്ലാതെ പോയാൽ നാളെ പരലോകത്ത് ഖേദിച്ചു വരും. ചില ചീത്ത കൂട്ടുകാരെ കൊണ്ട് നഷ്ടം സംഭവിക്കുന്നവരുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ വിഷയമാണ് അല്ലേ? നല്ല ഫ്രണ്ട്സ് കിട്ടിയില്ലെങ്കിൽ വഴിതെറ്റിപ്പോകും ആൺകുട്ടികളും പെൺകുട്ടികളും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കൂടെ ഉണ്ടായതിൻ്റെ പേരിൽ, നബി തങ്ങളുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ എത്രയെത്ര ഫിത്നകളിൽ നിന്നാണ് അള്ളാഹു ആ ഉമ്മത്തിനെ രക്ഷിച്ചത്. അല്ലാമ ഇബ്നു ഇസ്ഹാഖ് എന്നവരുടെ താരീഖിൽ പറയുന്നൊരു സംഭവം, ഷാസ് ഇബ്നു ഖൈസ്, അദ്ദേഹം കാന ശൈഖൻ ഖദ് അസ, നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. ഷാസ് ഇബ്നു ഖൈസ് മുസ്ലിമല്ല, അദീമൽ കുഫ്രി, ഭയങ്കര വിശ്വാസിയാണ്. ഇസ്ലാം എന്ന് കേട്ടപ്പോൾ ഇവർക്ക് അലർജിയാണ്. അങ്ങനെ ആൾക്കാരുണ്ട്, ഇന്നുണ്ട്, കാണല്ലോ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് ഇസ്ലാം, അങ്ങനെ ഹേറ്റഡ് പ്രചരിപ്പിക്കുന്ന ആളുകൾ കാണും. അള്ളാഹുർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്കത് സത്യമാണെന്ന് 100-200% ബോധ്യപ്പെട്ടതാ നമ്മളീ പറയണത്. എല്ലാവർക്കും പഠിച്ചുണ്ടാക്കാൻ കഴിയില്ലല്ലോ. പഠിച്ചു ബോധ്യപ്പെട്ട പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു, നമ്മളത് പഠിച്ചു. സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് കയ്യിലുണ്ടാകുമ്പോൾ റബ്ബേ ഇത് ഞാൻ അറിഞ്ഞില്ല എന്ന് വിചാരിച്ച ഒരാൾ വഴിതെറ്റി പോകരുത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് ചിലർ സ്വീകരിക്കും, ചിലർ ചീത്ത പറയും, കുഴപ്പമില്ല, അവരിഷ്ടം. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഷാസ് ഇബ്നു ഖൈസ് വലിയ പ്രായമുള്ള മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഫിത്നയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്ന കാലം മദീനക്കാരായ 2 ഗോത്രങ്ങളും വലിയ ശത്രുതയിലാണ്. ഔസ് അല്ലെങ്കിൽ ഖസ്റജ്, അല്ലെങ്കിൽ നല്ല ഔസ് ഗോത്രം, ഖസ്റജ് ഗോത്രം, 2 ഗോത്രത്തിൻ്റെ നേതാക്കന്മാർ 2 സഅദുമാരാണ്. സഅദ് ഇബ്നു മുആദ് എന്നവരും സഅദ് ഇബ്നു ഉബാദ തങ്ങളും 2 സഅദുമാരാണ്. 2 ഗോത്രത്തിൻ്റെ നേതാക്കന്മാർ. 2 നേതാവിൻ്റെ പേര് സഅദാണ്. ഒന്ന് സഅദ് ഇബ്നു ഉബാദ, മറ്റൊന്ന് സഅദ് ഇബ്നു മുആദ്. വേറെയും സഅദുണ്ട്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹും, ഒക്കെ ഹബീബിൻ്റെ സ്വഹാബിമാരാ. റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആദ്യമായി ചെയ്ത ഹബീബിൻ്റെ കർമ്മങ്ങളിൽ വന്നത് ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ ഒരുമിപ്പിക്കലാണ് നബി തങ്ങൾ ചെയ്തത്. 2 പേരെയും ഒരുമിപ്പിച്ചു. അടിപിടി വേണ്ട, കച്ചറ വേണ്ട, പ്രശ്നം വേണ്ട, മദ്രസ ഊരി വെക്കണ്ട, എന്ത് ചെയ്യണ്ട, പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ഒരുമിച്ച് നിൽക്കണേ. ഹബീബായ നബി തങ്ങൾ ഒരുമിപ്പിച്ചു. ആ ഒരുമ കണ്ടപ്പോൾ ഷാസ് ഇബ്നു ഖൈസിന് ഇഷ്ടപ്പെട്ടില്ല. ഹബീബായ തങ്ങളും സ്വഹാബിമാരും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിച്ചു കാണുന്നത് കണ്ടപ്പോൾ ഷാസ് ഇബ്നു ഖൈസിന് എന്തെന്നില്ലാത്ത വൈരാഗ്യം തോന്നി. അങ്ങനെ ഔസ് ഖസ്റജ് ഗോത്രക്കാർ ഒരിടത്തിങ്ങനെ ഇരിക്കുകയും പരസ്പരം സ്നേഹം കൈമാറുകയും, ഒരു കാലത്ത് കടുത്ത വൈരാഗ്യത്തിൽ ജീവിച്ചിരുന്ന 2 ഗോത്രങ്ങളാണ് പരസ്പരം കൊല ചെയ്തവര്. വാപ്പയെ കൊന്നവനെ കൂട്ടത്തിലുണ്ട്, സ്വന്തം മകനെ കൊന്നവർ ഇപ്പുറത്തുണ്ട്. അള്ളാഹുവിന് വേണ്ടി എല്ലാവർക്കും മാപ്പ് കൊടുത്തിട്ട് പഴയകാല ചരിത്രങ്ങളൊന്നും പറയാതെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ഷാസ് ഇബ്നു ഖൈസിന് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു ജൂതനെ കൊണ്ടുവന്നു. മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു. ഒരു ജൂതനെ കൊണ്ടുവന്നു. ആ ജൂതനോട് പറഞ്ഞു, ഈ എവിടെ പോയിട്ടേ അവരൊന്ന് ഫിത്നാക്കോ, ഒന്ന് എന്തേ, ഞാൻ എന്താ വേണ്ടത്, നീ അവരോടെ പഴയകാലത്തെ പഴയകാലത്തൊരു യുദ്ധമാണ് ബുആസ്, അന്നത്തെ ആ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കുക. ഔസേർ ഇങ്ങോട്ട് പറഞ്ഞതും ഇവരങ്ങോട്ട്, പഴയ ക്ലിപ്പൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ എടുത്തിട്ടുണ്ട്. ആ അടച്ചോനെ, ഇവൻ കഥ പറയാൻ തുടങ്ങി. ഇബ്ലീസ് അതിൻ്റെ ഇടക്ക് കയറി. ഇതിൻ്റെ ഇടക്ക് വൈരാഗ്യം ഉണ്ടാകാൻ തുടങ്ങി. ഇവനിങ്ങനെ കഥ ഇവർ രസത്തിൽ കേട്ടു തുടങ്ങിയതാ. പക്ഷേ ഔസുകാരങ്ങോട്ട് പാടിയ കവിതകളും ഖസ്റജുകൾ ഇങ്ങോട്ട് മറുപടി പറഞ്ഞ കവിതകളും, അറബികൾ കവിത ഭയങ്കര ഹരമാണ്. അന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കവിതകളാണ്. ഒരു കവി അങ്ങോട്ട് പാടിയാൽ ലോകം മുഴുക്കത് അറിയും. അങ്ങനെ ഒരു കവിത മറക്കൂല.
അന്നത്തെ മീഡിയയാണത്. അതുകൊണ്ട് ഈ കവിതയെ കണ്ട് പാടിയിട്ട് രണ്ട് കൂട്ടരുടെയും മനസ്സിൽ എന്തെന്നില്ലാത്ത വൈരാഗ്യമുണ്ടായി. നോക്കണം, റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിയിലാണ്. ഔസ് ഖസറജുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു സദസ്സിലാണ്. അവിടെ വന്നിട്ട് ഷാസുബിന് ഖൈസിന്റെ തലയാണിത് ഒരു ജൂതനെ ഉപയോഗപ്പെടുത്തി പഴയ കാര്യങ്ങൾ അവര് പരസ്പരം തല്ലാറായി. ഖദ് ഫഅൽനാ മൗഇദുകുമുല്ലാഹിറ, വരിൻ പുറത്തേക്ക് പറമ്പിലേക്ക് കണ്ട് വരും, കാണിച്ചു തരാം ഒരുത്തന്റെ വക. അപ്പൊ ഇപ്പുറം ഞങ്ങളും കാണിച്ചു തരാം. അങ്ങനെ എന്നാ ആയുധം എടുത്തുകൂടി എന്ന് പറഞ്ഞു. റബ്ബേ, രണ്ട് കൂട്ടരും എല്ലാം മറന്നിട്ട് നന്നായി വന്നതാ. അതിൻ്റെ ഇടക്ക് പഴയ കാലത്തെ ചരിത്രം പറഞ്ഞു വെച്ചപ്പോ ദേഷ്യം വന്ന് ഇവര് മുഅ്മിനീങ്ങളായ ആളുകൾ പരസ്പരം തല്ലാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഒരു സ്വഹാബി ഓടി, പൊന്നാര നബിയേ, നിങ്ങൾ അറിഞ്ഞോ എന്ത് പറ്റി? ഔസ് ഖസറജ് യുദ്ധം ചെയ്യാൻ തുടങ്ങാൻ. എന്തേ പറ്റിയത്? ആ ഷാസുബിന് ഖൈസ് വന്നുണ്ടാക്കിയ ഫിത്നയാണ്. എന്തു പറ്റി? നബി തങ്ങൾ ഓടി വന്നു, സ്വല്ലല്ലാഹു തങ്ങളുടെ ഷാളും വെച്ചിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറൽ മുസ്ലിമീൻ, അല്ലാഹ് അല്ലാഹ്, മുസ്ലിമീങ്ങളെ അല്ലാഹനെ പേടിക്കണേ, അല്ലാഹുവിനെ പേടിക്കണേ. അബിദഅവൽ ജാഹിലിയ്യ വഅന ബൈന ലഹ്റാനൈക്കും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിക്കെ പഴയകാലത്തെ ജാഹിലിയത്തിന്റെ സ്വഭാവം നിങ്ങൾ എടുക്കണോ? അല്ലാഹ് അല്ലാഹ്, അല്ലാഹനെ പേടിക്കണേ. അബിദഅവൽ ജാഹിലിയ്യ വഅന ബൈന അദ്ഹുരിക്കും ബഅദ അൻ ഹദാകുമുല്ലാഹു ലിൽ ഇസ്ലാം, അല്ലാഹു നിങ്ങളെ ഇസ്ലാമിലേക്ക് വഴി കാണിച്ച് തണന്നതിന് ശേഷം നിങ്ങൾ ഇസ്ലാമിന്റെ മുമ്പുള്ള സ്വഭാവത്തിലേക്ക് പോവുകയാണോ? ഞാൻ ജീവിച്ചിരിപ്പുള്ള സമയം വഅക്രമകും ബിഹി, നിങ്ങൾ നിസ്സാരക്കാരായി മരുഭൂമിയിലെ കൊള്ളക്കാരായി മാറിയപ്പോ അള്ളാഹുവിൻ്റെ മെഹബൂബുകളാക്കി അള്ളാഹു നിങ്ങളെ ഉയർത്തിയിട്ട് നിങ്ങൾ പഴയകാല ചരിത്രം പറഞ്ഞ് തല്ലാൻ ഒരുങ്ങുകയാണോ? ഇസ്ലാമിന്റെ വെളിച്ചം നൽകിയിട്ട് ജാഹിലിയത്തിന്റെ സർവമാന ദുരന്തങ്ങളും സർവമാന ഇരുളുകളും അള്ളാഹു മായ്ച്ചു കളഞ്ഞിട്ട് നിങ്ങൾ പഴയ സ്വഭാവം കൊണ്ടുവരികയാണോ? അള്ളാഹു നിങ്ങളെ കുഫറിൽ നിന്ന് മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സ്നേഹമുണ്ടാക്കി തരികയും ചെയ്തതിന് ശേഷം നിങ്ങൾ വെട്ടാനും കൊല്ലാനും പോവുകയാണോ? അല്ലാഹ അല്ലാഹ യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ അല്ലാഹനെ പേടിക്കണേ, അല്ലാഹുവിനെ പേടിക്കണേ. ഹബീബായ തങ്ങളങ്ങോട്ട് ഇടപെട്ടു. അപ്പോഴാണ് അവർക്ക്, റബ്ബേ, നമ്മൾ എന്താ ചെയ്തു കൂട്ടാൻ പോയത്? പരസ്പരം കെട്ടിപ്പിടിച്ചവര്, സമ്പത്തിന്റെ പകുതി കൊടുത്തവര്, കൂട്ടുകാരനെ കച്ചവടത്തിലേക്ക് ചേർത്തിയവര്, ഭാര്യയെ തൊലാക്ക് ചൊല്ലി കൂട്ടുകാരന് തൻ്റെ കൂടെയുള്ള ഒന്നിലേറെ ഭാര്യമാരുണ്ടായിരുന്നവർ തൻ്റെ കൂട്ടുകാരന് വേണ്ടവൾ ആരെയോ എന്ന് ചോദിച്ച് അവളെ തൊലാക്ക് ചൊല്ലി ആ പുതിയ തൻ്റെ കൂട്ടുകാരനെ വിവാഹം ചെയ്തു കൊടുത്തവര്, ഇങ്ങനെയൊക്കെ ചെയ്തവരെ യുദ്ധം ചെയ്യാൻ പോവേ. അവര് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഖേദിച്ച് കരഞ്ഞ് ഫബഖൗ, അവര് കരഞ്ഞു. വആനഖർ റിജാലു മിനൽ ഔസ് വൽ ഖസ്റജ് ബഅദുഹും ബഅദാ, വെട്ടാൻ വാളുയർത്തി ആയുധമുയർത്തി വന്നവര് പരസ്പരം കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അവര് സ്നേഹം പങ്കുവെക്കാൻ തുടങ്ങി. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ ക്ഷമിച്ചു. ഹബീബായ തങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഖദ് അത്ഫ അല്ലാഹു അൻഹും കൈദ അദുവില്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു ഷാസുബ്നു ഖൈസ് കൊണ്ടുവന്ന കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സാമീപ്യമാണ് അവരെ രക്ഷപ്പെടുത്തിയത്. അല്ലാഹ അല്ലാഹ വഅന ബൈന അദ്ഹുരിക്കും അബിദഅവൽ ജാഹിലിയ്യ വഅന ബൈന അദ്ഹുരിക്കും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ടായിരിക്കെ നിങ്ങൾ ജാഹിലിയത്തിന്റെ സ്വഭാവത്തിലേക്ക് പോവുകയാണോ? അതുകൊണ്ട് നല്ല കൂട്ടുകാർക്ക് വേണ്ടി സഹായമാവണം. മുത്തുനബി തങ്ങളുടെ സുഹബത്ത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. വഴിതെറ്റി പോകുമ്പോൾ കൂടെയുള്ളവര് കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ടുവരണം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഷാമിലെ കൂട്ടുകാരന് വേണ്ടി കച്ചെയ്തി കൊടുത്തില്ലേ? ഗാഫിരിൽ ദംബി വഖാബിരിത് തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. മദ്യപാനത്തിലേക്ക് തിരിച്ചുപോയ ആ മനുഷ്യനെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുതിയ കത്തിലൂടെയാണ് നമ്മൾ ഈ ചർച്ച ആരംഭിച്ചത്. അതാണ് സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ ബലം. കൂട്ടുകാരന്റെ ബലം അതാണ്. ഒരു മെസ്സേജ് അയച്ചിട്ടെങ്കിലും അവനെ തിരുത്തി കൊടുക്കാൻ, അവനെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ മറ്റൊരു സംഭവം ഫാറൂഖ് തങ്ങളുടേതുണ്ട്. മഹാനായ നബി തങ്ങളുടെ കൂടെ മദീനയിലേക്ക് പോകുന്ന കാലം റസൂലുള്ളാഹി അയ്യാഷ് ഇബ്നു അബീ റബീഅയും അതുപോലെ തന്നെ ഹിഷാം തനാദുബ് എന്ന് പറഞ്ഞ അവിടെ
തന്തോബ, മുള്ള ചെടികളുള്ള ഒരു മരത്തിൻ്റെ പേര്. അവിടെ വരിക രാവിലെ. ആരൊക്കെ നമ്മൾ മൂന്നാളും എത്തുക, ആരാണോ വരാത്തത് രാവിലെ എത്താതിരുന്നാൽ ഓനവൻ്റെ പുരക്കാർ പിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. ഉള്ള ആൾക്കാർ പോവുക, രാവിലെ വരെ വെയിറ്റ് ചെയ്യും. അങ്ങനെ തീരുമാനിച്ച് ഇവർ പോവുകയാണ്. നാളെ രാവിലെ കാണാം. എല്ലാ സാധനമൊക്കെ എടുത്തിട്ട് വരിക. നമ്മൾ ഇൻഷാ അല്ലാഹ് തനാദുബിൽ മീറ്റ് ചെയ്യും. അവിടെ നമ്മൾ മദീനത്തേക്ക് പോവുകയാണ്. ആരാ വരാത്തത്? റസൂലുള്ളാഹി തങ്ങളുടെ ഒരു രീതി അതാണ്. യാത്ര പോകുമ്പോൾ ചിലരെ കാണൂല. തങ്ങൾ പറയും ഈ യകുൻ ഫീഹി ഖൈറുൻ സയൽഹഖുന, നമുക്ക് പോകാം. അതിൽ ഖൈറുണ്ടെങ്കിൽ, അദ്ദേഹം നമ്മുടെ കൂടെ വരൽ ഖൈറുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എത്തും. നമ്മൾ കൂട്ടത്തിൽ ഉംറക്ക് കൊണ്ടുപോകുമ്പോഴേ, അല്ലെങ്കിൽ ഫലസ്തീൻ യാത്ര, അല്ലെങ്കിൽ ദൂരെ യാത്രകളൊക്കെ പോകുമ്പോഴേ എവിടെയെങ്കിലും ബസ് ഇറങ്ങിയാൽ ഒരാൾ മൂത്രമൊഴിക്കാൻ പോകും. 50 ആൾ ബസ് കയറിയിട്ട് ഒരാളെ കിട്ടുന്നുണ്ടാവില്ല, എവിടെ പോയി എന്നറിയില്ല. പിന്നെ നമ്മൾ കാത്തുക്കും. അമീറന്മാർ ഇവരെ കൊണ്ടാതെ നാട്ടിൽ ഇറങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ കാത്തുക്കന്നെ 2 മണിക്കൂറൊക്കെ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ എന്താ ചെയ്യാന്നറിയോ? ആരൊക്കെ എല്ലാവരും വന്നോ? നബിയെ ഒരാളെത്തില്ല. ഇൻ യകുൻ ഫീഹി ഖൈറുൻ സയൽഹഖുന, മൂപ്പരിൽ ഖൈറുണ്ടെങ്കിൽ നമ്മളപ്പോൾ എത്തും, നമ്മൾ പോവാന്ന് പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാതിരുന്നത് അബൂദർ അൽ ഗിഫാരി തങ്ങളുടെ വിഷയത്തിൽ മാത്രമാണ്. അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ബാക്കിയൊക്കെ സുബ്ഹാനല്ലാഹ് വെയിറ്റ് ചെയ്യൂല, പോവാ. ഖൈറുണ്ടാവും എന്നാൽ എത്തും, ഇല്ലേ ഇവരെത്തൂല. ഉമർ തങ്ങൾ പറയാൻ നമ്മൾ രാവിലെ വെയിറ്റ് ചെയ്യും. ആരാ വരാത്തത്? അവർക്ക് സൗകര്യപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും, നമ്മൾ പോകും കേട്ടോ. അങ്ങനെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അയ്യാഷ് ഇബ്നു അബീ റബീഅത്തുൽ മഖ്സൂമി, മഹാനായ അയ്യാഷ് റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ഉമർ എന്നവരും തനാദുബിൽ വന്ന് വെയിറ്റ് ചെയ്യാണ്. ഇവർ വെയിറ്റ് ചെയ്യുന്നത് ഹിഷാമിനെ കാണാനാണ്. ഹിഷാം തങ്ങൾ വന്നിട്ടില്ല. ഹിഷാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വന്നിട്ടില്ല. എന്ത് പറ്റി? പരക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കും, അങ്ങനെ തന്നെയാണ്. മക്കക്കാരായ വീട്ടുകാർ ഇവരെ പിടിച്ചു വെച്ചു. മുസ്ലിമാണെന്നറിഞ്ഞു, മദീനത്തേക്ക് രക്ഷപ്പെടാമെന്നറിഞ്ഞു, പിടിച്ചു വെച്ചു, കെട്ടിയിട്ടു. ഉമർ തങ്ങളും അയ്യാഷ് എന്നവരും മദീനത്തേക്ക് പോവാൻ. രണ്ടുപേരും ഇങ്ങനെ പോയി ഒറ്റക്ക പോകണം. ആലോചിച്ച് നോക്കി, എന്താണ് അപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ തന്നെ എന്താണ് അവസ്ഥ റബ്ബേ. ഇപ്പോഴൊക്കെ ട്രെയിനൊക്കെ ആയി എന്ന് പറഞ്ഞു. പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ മക്ക മദീനയുടെ ഇടയിലെ റൂട്ടേ നമ്മൾ കാലൊക്കെ നീര് വരും. 6 മണിക്കൂറൊക്കെ ഇരുന്നു. മദീനത്തേക്ക് എത്തിയാൽ തന്നെ നടക്കാൻ കഴിയില്ല. കാലൊക്കെ ആ മുള്ളിലൂടെയും കല്ലും പറമ്പും മരുഭൂമിയും മലകളും കയറിയുള്ള യാത്ര കൊണ്ട് ആലോചിച്ച് നോക്കി ഹബീബായ തങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ പോവുകയാണ്. അയ്യാഷ് റളിയല്ലാഹു അൻഹുവും. ഈ അയ്യാഷ് എന്നവർ ആരാന്നറിയോ? അബൂജഹലിന്റെ കുടുംബക്കാരനാണ്. അബൂജഹൽ അയ്യാഷ് എന്നവരുടെ അമ്മാവനാണ്. മദീനയിൽ എത്തിയെന്ന് കണ്ടപ്പോ അബൂജഹൽ അപ്പോഴാണ് അറിഞ്ഞത്. അബൂജഹലും അബൂജഹലിന്റെ സഹോദരൻ ഹാരിസ് ഇബ്നു അംർ ഇബ്നു ഹിഷാമാണ്. ഇത് ഹാരിസ് ഇബ്നു ഹിഷാം. രണ്ടുപേരും മദീനയിലേക്ക് വരികയാണ്. അബൂജഹലിന്റെ സഹോദരൻ മുസ്ലിമാണ്, അബൂജഹൽ കുഫറിലാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമായി പിന്നീട് മദീനത്തേക്ക് വന്നു. അബൂജഹൽ അയ്യാഷ് ഇബ്നു അബീ റബീഅയെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ്. തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലാണ്, തങ്ങൾ വന്നിട്ടില്ല. ഉമർ തങ്ങളും കൂട്ടുകാരനും മദീനയിലെത്തി. ഒരുപാട് സ്വഹാബികൾ എത്തിയിട്ടുണ്ട് അവിടെ. മദീനക്കാരവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്യുമ്പോൾ അതാ വരുന്നു അംർ ഇബ്നു ഹിഷാം. അബൂജഹൽ അംർ ഇബ്നു ഹിഷാമും ഹാരിസ് ഇബ്നു ഹിഷാമും വരുന്നു അയ്യാഷ് ഇബ്നു അബീ റബീഅത്തുൽ മഖ്സൂമിയെ തിരിച്ചു കൊണ്ടുപോകാൻ. അവർ രണ്ടുപേരും വന്നിട്ട് ഒരു അടവെടുത്തു. നീ മക്കത്തേക്ക് വാന്ന് പറഞ്ഞാൽ വരൂലല്ലോ. അപ്പൊ പറഞ്ഞു, നിന്റെ ഉമ്മ നിന്നെ കാണാതെ വല്ലാത്ത വിഷമത്തിലാണ്. നിന്നെ കാണാതെ നിന്റെ ഉമ്മ തലയിൽ പേൻ ചീർപ്പ് കൊണ്ട് വാരില്ല, തലയിലെ പേൻ എടുക്കില്ല എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. വലാ തസ്തദില്ലു മിൻ ശംസിൻ ഹത്താ തറാക, നീ വരുന്നവരെ ഉമ്മ തണലിലിരിക്കില്ല, വെയിൽ കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ മക്കത്തേക്ക് വാ. ഉമ്മ മുടി വാരൂല. അന്നൊക്കെ അങ്ങനെ മുടി വാരൂല എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ കുളിക്കൂല, ഉമ്മ സുഗന്ധം ഉപയോഗിക്കൂല, ഉമ്മ പുതിയ ഉടുപ്പിടൂല. ഉമ്മ നീ വരുന്നവരെ ഉമ്മ ഇരുത്തിരിക്കും. ഫറഖലഹ, ഉമ്മല്ലേ പറഞ്ഞത്. മനസ്സിലൊരു വേദന. പക്ഷേ എൻ്റെ ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോ? ഉമ്മ കുഫറിലാണ്, എന്നാലും എൻ്റെ ഉമ്മയല്ലേ, ഉമ്മയെ കാണാൻ വേണ്ടി പോട്ടെ, ഞാൻ മക്കയിലേക്ക് പോകാൻ വേണ്ടിയുള്ള മനസ്സ് വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാം അബൂജഹൽ വന്നത്, അബൂജഹലിന്റെ സഹോദരൻ ഹാരിസ് ഇബ്നു ഹിഷാമും വന്നത് ഉമ്മയെ കാണിക്കാനല്ല, പിടിച്ചുകൊണ്ടുപോയി കയ്യും കാലും കെട്ടിടാൻ കൊണ്ടുപോവാണ്. ഇത് ഉമർ തങ്ങൾക്കറിയും. ഉമർ റളിയല്ലാഹു അൻഹു ഈമാനിന്റെ വെളിച്ചം ഹൃദയത്തിൽ എത്തിയ ആളാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിഷാമേ നീ എന്താ ഈ പറയുന്നത്? അവരീ പറയുന്നതെന്നല്ല, നിന്റെ ഉമ്മാക്ക് തലയിൽ പേനരിച്ചാൽ ഉമ്മ എന്തായാലും പേനെടുക്കും. പിന്നെ വെയിൽ കൊണ്ട് ചൂടായ ഉമ്മ തലത്തേക്ക് കയറി നിൽക്കുക ഉറപ്പാണ്. നീ പോകേണ്ട കാര്യമൊന്നുമില്ല, നീ ഇപ്പൊ പോവണ്ട, നിന്നെ അവർ വേറെന്തെങ്കിലും ചെയ്യും.
ഇല്ല, എൻ്റെ ഉമ്മ അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ടല്ലോ, ഉമ്മ പറഞ്ഞതല്ലേ. വിടുന്നില്ല. അയ്യാഷ് ഇബ്നു അബീ റബീഅ അൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു, ഞാൻ തന്നെയാണ്. ഉമർ തങ്ങൾക്കറിയാം ഈ പോക്ക് വല്ലാത്ത വിഷമുണ്ടാക്കും. അപ്പൊ പറഞ്ഞു, അയ്യാഷെ നീ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒട്ടകം തരാം. നല്ല ഫാസ്റ്റ് ഒട്ടകമാണ്, വളരെ പെട്ടെന്ന് നടക്കും. എന്തെങ്കിലും മരുഭൂമിയിലെത്തിയിട്ട് ഇവന്മാരുടെ പെരുമാറ്റത്തിൽ വല്ല സംശയം തോന്നുകയാണെങ്കിൽ എൻ്റെ ഒട്ടകപ്പുറത്ത് വേഗം തിരിച്ചു പോരണം. അത് നീ എൻ്റെ ഒട്ടകപ്പുറത്ത് ഉപയോഗിച്ചാൽ മതി, അവർ വന്ന വണ്ടിയിൽ അവർ പോയിക്കോളൂ, അവരൊട്ടകത്തിൽ. നീ എൻ്റെ ഒട്ടകം ഉപയോഗിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു വേദനയോടുകൂടെ യാത്ര അയക്കുകയാണ് അയ്യാഷ് ഇബ്നു അബീ റബീഅ തങ്ങളെ. അങ്ങനെ പോവാൻ ഉമ്മ അങ്ങനെ പറഞ്ഞല്ലോ, ഇവർ നുണ പറഞ്ഞതാ. ഉമ്മ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മരുഭൂമിയിലൂടെ പോകുമ്പോ അബൂജഹൽ പറഞ്ഞു അയ്യാഷ് എന്നവരോട്, അയ്യാഷേ നിന്റെ ഒട്ടകം നല്ല ഉഷാറുണ്ടല്ലോ. എൻ്റെ ഒട്ടകമാണെങ്കിൽ ഇപ്പോൾ എണ്ണ തീരാനായിക്കണേ, ഒട്ടകം നടക്കണില്ല, വളരെ താപാൻ, വളരെ ക്ഷീണിച്ചിരിക്കാൻ. നീ നിന്റെ ഒട്ടകം താഴ്ത്തിക്കേ, ഞാൻ എൻ്റെ ഒട്ടകപ്പുറത്ത് കയറാം, നീ ഒന്ന് വണ്ടി സൈഡാക്കെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അയ്യാഷ തങ്ങൾ വിശ്വസിച്ചു. മുസ്ലിം അങ്ങനെയാണ്, വിശ്വസിക്കും. അത് മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റിയാണ്. മുഅ്മിനീങ്ങളെ വഞ്ചിക്കപ്പെടുള്ളൂ എന്നാണ്. അല്ലാത്തൊരു വളവന്മാർ, കള്ളന്മാർക്ക് കള്ളന്മാരെ അറിയുന്ന പറയില്ലേ, അത് നന്മയിലും തിന്മയിലും അങ്ങനെയാണ്. ഈ സിസർ വലിയുള്ളവർ വേഗം മനസ്സിലാക്കും വലിക്കാരെ. എൻ്റെ അടുത്തുണ്ടോ ആ തീപ്പെട്ടിയൊന്നും എടുത്തേ, ഓല് വേഗം കമ്പനിയാവും. ഏത് കല്യാണത്തിന് ഒരു പരിചയം ഇല്ലെങ്കിലും ഇവർക്ക് മുഖം നോക്കിയാൽ മനസ്സിലാവും വലിക്കാരനോ അവൻ്റെ അടുത്തുണ്ടാവും സാധനം. സുബ്ഹാനല്ലാഹ്. അത് നന്മയുടെ ആളുകൾ നന്മക്കാരെ മനസ്സിലാക്കും, തിന്മയുള്ള ആൾക്കാർ തിന്മക്കാരെ മനസ്സിലാക്കും. അതങ്ങനെയാണ്. അത് അള്ളാഹുവിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അവർക്ക് പിന്നെ വേറെ ബന്ധമൊന്നും വേണ്ട. ഒരു ഭയങ്കര കമ്പനിയാക്കാരൻ. പിന്നെ ഈ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒരു കമ്പനിയാവാൻ, ബോംബെയിലൊക്കെ പോയി വരികയാണെങ്കിൽ ഇനി ഓലില്ലാതെ ജീവിക്കാൻ കഴിയൂലെന്നൊക്കെ തോന്നും. അഡ്രസ്സൊക്കെ വാങ്ങി ഞാൻ വിളിക്കോട്ടെ പേരേക്ക്, പിന്നെണ്ട വിളിക്കണം. അപ്പോൾ കമ്പനി അടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഏതായിരുന്നാലും അയ്യാഷ് ഇബ്നു അബീ റബീഅ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാഹനത്തിലാണ് അയ്യാഷ് തങ്ങൾ പോകുന്നത്. അബൂജഹൽ പറഞ്ഞു, എന്ത് വണ്ടിയും താഴ്ത്തിത്താവുന്ന സൈഡാക്കെന്ന് പറഞ്ഞു. സൈഡാക്കി. അങ്ങനെ ഒട്ടകം ഇങ്ങനെ താഴ്ത്തി കൊടുത്ത്, അബൂജഹലിന് കയറണല്ലോ, അമ്മാവനല്ലേ, കയറാൻ വേണ്ടി ഒട്ടകം താഴ്ത്തി കൊടുത്തപ്പോൾ കൂട്ടുകാരനായ ഹാരിസും അബൂജഹലും കൂടിയിട്ട് അയ്യാഷിനെ പിടിച്ചു, രണ്ട് കൈയും പിടിച്ച് കെട്ടിയിട്ട് പിടിച്ച് താഴെട്ടു. അപ്പോൾ ഇവർ കെട്ടിക്കൊണ്ടുപോകാനാണ് ഈ പരിപാടി എടുത്തത്. അങ്ങനെ അയ്യാഷ് തങ്ങളെ ബന്ദിയാക്കുകയാണ്. അങ്ങനെ കയ്യും കാലും കെട്ടിയിട്ടാണ് പിന്നെ മക്കത്തേക്ക് കൊണ്ടുപോകുന്നത്. ഉമർ തങ്ങൾ അന്ന് പേടിച്ചു. ഉമർ തങ്ങൾ പറഞ്ഞു, അയ്യാഷ് നീ പോവല്ലേ, ഇവർ വന്നത് അതിനൊന്നല്ല അയ്യാഷ്, ഞാൻ പറയുന്നത് കേൾക്ക്. അതല്ല ഉമർ, എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ലേ. ഉമർ തങ്ങൾ എല്ലാ രക്ഷാ കവചങ്ങളും കൊടുത്തു, പക്ഷേ സാധിച്ചില്ല. മക്കയിലേക്ക് അവർ കൊണ്ടുപോയി. മഹബൂസീൻ, ഒരുപാട് മുഅ്മിനീങ്ങളെ കൈകാലുകൾ കെട്ടിയിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അക്കൂട്ടത്തിൽ മഹാനായ അയ്യാഷ് റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ തന്നെ കൈകാലുകൾ ബന്ധിതരായി പോകുന്നു. അബൂജഹൽ ചെന്നുപോയി മക്കക്കാരോട് പറഞ്ഞിട്ടുണ്ട്, മക്കക്കാരെ, ഹാകദാ നഫഅലു ബിസുഫഹാഇനാ ഫഫഅലു ബിസുഫഹാഇകും ഹാകദാ, ഞങ്ങളുടെ കുടുംബത്തിലെ വിവരദോഷികളെ ഞങ്ങൾ ഇങ്ങനെയാ ചെയ്യുക, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരെ ഇങ്ങനെ ചെയ്താൽ മതി. ഇന്നത്തെ ചുറ്റുപാടിൽ ചെയ്യുന്ന അതിക്രമങ്ങളെ പോലെ അന്നത്തെ ചുറ്റുപാടിൽ അതിക്രമങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അയ്യാഷ് ഇബ്നു അബീ റബീഅ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ കഴിയാതെ, മക്കയിലെത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാരെ കാണാൻ കഴിയാതെ വല്ലാത്ത വിഷമത്തിലാണ്. വീട്ടിലേക്ക് കൈകാലുകൾ ബന്ധിതരാക്കി കൊണ്ടുപോയി. ആർക്കും ഒരു വിവരം കിട്ടുന്നില്ല എവിടെയാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നു. മദീനയിലെത്തിയപ്പോൾ അയ്യാഷ് ഇബ്നു അബീ റബീഅക്ക് വരാൻ പറ്റിയിട്ടില്ല. ഹിശാം ഇബ്നുൽ ആസ്വി തങ്ങൾക്കും മക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. രണ്ടുപേരെയും ഒരു സെല്ലിലാക്കിയിട്ട് രണ്ട് കാലും രണ്ട് കൈയും ചങ്ങല വെച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാൻ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചു, ഒരു അടിമപ്പെണ്ണിനെ. അവളിങ്ങനെ ഭക്ഷണം കൊടുക്കും, തിന്നാന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ തന്നെ വിസർജ്യം, അവിടെ തന്നെ ഉറക്കം. രണ്ട് തറവാട്ടിൽ ജനിച്ച രണ്ടാളുകളെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവരന്ന് നടത്തിയ അതിക്രമങ്ങൾ റസൂലുള്ളാഹി തങ്ങൾക്ക് വിഷമമായി. തങ്ങൾ ചോദിച്ചു, മല്ലി ബി അയ്യാഷ് ഇബ്നു അബീ റബീഅ വ ഹിശാം ഇബ്നുൽ ആസ്വി, ആരാണ് ഹിശാം ഇബ്നുൽ ആസ്വിയെയും അയ്യാഷ് ഇബ്നു അബീ റബീഅയെയും മക്കയിൽ നിന്ന് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവരിക?
അപ്പോഴാണ് വലീദ് ബിനുൽ മുഗീറ എന്ന ദുഷ്ടനായ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന വലീദിന്റെ മകൻ വലീദ് സുഹാബിയാണ്, വാപ്പ വലീദ് കാഫിറാണ്. അബ്ദുല്ലാഹിബ്നു ഉബൈ എന്ന് പറയുന്ന അബ്ദുള്ള കാഫിറാൻ, മുനാഫിക്കിന്റെ നേതാവാ. പക്ഷെ ആ അബ്ദുള്ളയുടെ മകൻ അബ്ദുല്ലാഹിബ്നു ഉബൈ സുഹാബിയാണ്. നോക്കണം, ഈമാനിന്റെ അത്ഭുതകരമായ പ്രതിപ്രവർത്തനങ്ങൾ വാപ്പാക്ക് കിട്ടിയില്ല, മകന് കിട്ടി. വലീദ് സുഹാബിയാണ്, വലീദ് ബിനുൽ സുഹാബിയാണ്. അവർ പറഞ്ഞു, നബിയെ ഞാൻ കൊണ്ടുവരാം, അനലക യാ റസൂലല്ലാഹി ബിഹിമാ, അവർ രണ്ടുപേരെയും മക്കയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ റെഡിയാണ്. അങ്ങനെ മക്കയിലേക്ക് പുറപ്പെട്ടു. ഇത് അരീക്കോട്ടേക്ക് പോയി എന്ന് പറഞ്ഞ മാതിരിയല്ല, നമ്മൾ ഉഗ്രവരുത്തുന്ന അരീക്കോട്ടേക്കുള്ള റൂട്ടല്ല. മദീനത്ത് നിന്ന് മക്കത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ 11-15 ദിവസത്തിൻ്റെ യാത്രയാണ്, വൺ വേ. പിന്നെ ഇങ്ങോട്ട് അതേപോലെ 1 മാസം എടുക്കും പോയി തിരിച്ചു വരാൻ. അതും ഒട്ടകപ്പുറത്തും നടന്നിട്ടുള്ള യാത്രയാണ്. വലീദ് എന്നവരെ വലീദ് റളിയല്ലാഹു അൻഹു മക്കയിലെത്തി. അങ്ങനെ എവിടെയാണ് ഇവർ രണ്ടുപേരെയും ഇവർ തടവിലാക്കിയത് എന്നറിയില്ലല്ലോ. ഒരു മഗ്രിബാവാൻ നേരത്തൊരു പെണ്ണ് ഭക്ഷണവും തലയിൽ വെച്ച് ഇങ്ങനെ പോകുന്നത് കണ്ടു. അവർ ഒഴിഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ചോദിച്ചു, ഐന തുരീദീന യാ അമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാച്ചിയായ പെണ്ണെ. അബ്ദല്ലാഹ്, പെണ്ണുങ്ങളോട് അമത്തല്ലാഹ് എന്ന് പറയും. യാ അമത്തല്ലാഹി, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ പറഞ്ഞു, 2 ആളെ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് ഒരു ഷെഡിനുള്ളിൽ, ഞാൻ അവരുടെ അടുത്തേക്കാ പോകുന്നത്. നോക്കുമ്പോ മേൽക്കൂര പോലും ഇല്ലാത്ത ഒരു ഷെഡ്. സുബ്ഹാനല്ലാഹ്. ഇന്നൊക്കെ അതിന് സമാനമായത് റോഹിംഗ്യ മുസ്ലിമീങ്ങളും അല്ലാത്തവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ ഫറജും മഖ്റജും അള്ളാഹു നൽകട്ടെ, അള്ളാഹുവിൻ്റെ മോചനം നൽകട്ടെ, അവൻ്റെ സഹായം അള്ളാഹു നൽകട്ടെ. ആ മരുഭൂമിയിലെ ചൂടിൽ വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു സംവിധാനമില്ല. ഈ 2 പാവങ്ങൾക്ക് കുടുംബത്തെ ദ്രോഹിച്ചിട്ടില്ല, ആരെയും ആക്രമിച്ചിട്ടില്ല. അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചതിൻ്റെ കുറ്റം മാത്രം, വേറൊന്നും അവരാരോടും ചെയ്തിട്ടില്ല. ലോകത്ത് വിശ്വാസികൾ ആരോടും ഒരു അധർമ്മവും ചെയ്തില്ലല്ലോ. അയ്യാഷ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്, ഹിശാം ഇബ്നുൽ ആസിയുണ്ട്. ആ പെണ്ണിന്റെ കൂടെ വലീദ് റളിയല്ലാഹു അൻഹു ചെന്നു. നോക്കുമ്പോൾ 2 പേരുടെയും കാലിൽ ഭയങ്കര നല്ല ഭാരമുള്ള ചങ്ങലയുണ്ട്. ഒരു പാറക്കല്ല് കൊണ്ടുവന്നു. ഇതിനാണ് മർവ എന്ന് പറയാ. ഒരു പാറക്കല്ല് കൊണ്ടുവന്നിട്ട് ആ പാറക്കല്ല് ഇവർ കാലിന്റെ അടിയിൽ വെച്ചു. കാലുമേ ചങ്ങലയുണ്ട്, കാരണം ചങ്ങല അടിച്ചു പൊട്ടിക്കണ്ടേ, അപ്പൊ അടിയിൽ ഒരു ഭാരമുള്ള സാധനം വേണം. അതുകൊണ്ട് ഒരു മർവ കൊണ്ടുവന്നു. അങ്ങനെ ചങ്ങല തൻ്റെ വാളുകൊണ്ട് അടിച്ചു പൊട്ടിച്ചു വലീദ് റളിയല്ലാഹു അൻഹു. ആ വാളിനാണ് പിന്നീട് ദുൽ മർവ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന വലീദ് എന്നവരുടെ വാളാണത്. അവരുടെ മകൻ, അവരുടെ വലീദ് ബിൻ മുഗീറയുടെ മകൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാള് ദുൽ മർവ. ആ വാളുകൊണ്ടാണ് ചങ്ങല പൊട്ടിച്ചത്. അങ്ങനെ കൊണ്ടുപോയി മക്കയുടെയും മദീനത്തിൻ്റെയും ഇടയിലുള്ള യാത്ര സുഖകരമായി, ആരോടെയും ശല്യമില്ലാതെ മക്കയിലേക്ക് എത്തിച്ചു, മദീനത്തേക്ക് എത്തിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെ കൊണ്ടുപോകുക. ആ പോകുന്ന കൂട്ടത്തിൽ കാല് കല്ലിലുരച്ച് കാലിന് വലിയൊരു മുറിയുണ്ടായിരുന്നു. ആ മുറിവിൽ നിന്ന് ഇങ്ങനെ ചോര വന്നപ്പോൾ വലീദ് എന്നവർ പാടിയൊരു 2 വരിയുണ്ട്. അത് റസൂലുള്ളാഹി തങ്ങൾ പാടിയതാണത്. തങ്ങൾക്ക് ഗാറ് സൗറിൽ തങ്ങൾ താമസിക്കുമ്പോൾ അവിടുത്തെ പാറയിൽ നിബിതങ്ങൾക്കൊരു മുറിവേൽച്ചപ്പോൾ തങ്ങൾ ചോര കണ്ടപ്പോൾ പറഞ്ഞൊരു പാട്ടുണ്ട്. മാ അൻതി ഹൽ അൻതി ഇല്ലാ ഇസ്ബുഉൻ ദുമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. നീ ഒരു ചെറിയ വിരലല്ലേ, ഇതിനേറ്റ വേദന ഇത്ര വലുതാണോ? ഇതൊരു ധർമ്മസമരത്തിൽ ഏറ്റതൊന്നല്ലല്ലോ എന്ന് പറഞ്ഞ കവിത വലീദ് എന്നവർ ചൊല്ലിയാണ് കാലിനേറ്റ മുറിവും കണ്ടവർ പോകുന്നത്. ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. 2 കൂട്ടുകാരെ രക്ഷപ്പെടുത്തുകയാണ്. 2 കൂട്ടുകാരെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 2 കൂട്ടുകാർ മദീനയിൽ അകപ്പെട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരല്ലേ അവർ, എൻ്റെ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളോട് ബാധ്യതയുണ്ടല്ലോ. ഞങ്ങൾ വിചാരിച്ചു ഇസ്ലാം ബോധ്യപ്പെടുകയും ഞാൻ പോവരുത് എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോവുകയും ചെയ്ത ഇവരുടെ തൗബയിനി അള്ളാഹു സ്വീകരിക്കുമോ എന്ന സംശയം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് സൂറത്തു സുമർ.
സൂറത്തു സുമറിൽ അള്ളാഹു ഏത് പാപവും പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന പരിശുദ്ധമായ ആയത്ത്, അർജൽ ആയത്ത് ഫിൽ ഖുർആൻ, ഖുർആനിലെ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്ന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഇറങ്ങിയത് ഈ രണ്ടു പേരുടെയും വിഷയത്തിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു ഒരുക്കമാണ്. ഏത് തെറ്റും അല്ലാഹു പുറത്തു തരും. നിങ്ങൾ പാപമോചനം ചോദിക്കണേ. ഈ ആയത്ത് നബി ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങളുടെ കൂട്ടുകാർ അവർ ഇസ്ലാമിൽ നിൽക്കാൻ കഴിയാതെ കുഫറിൻ്റെ പക്ഷത്തേക്ക് മാറി താമസിക്കേണ്ടി വന്നാലും അവരുടെ മനസ്സുകൊണ്ടുണ്ടാകുന്ന പശ്ചാത്താപവും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും അള്ളാഹു കൂലി കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അപ്പോഴാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇത് കൂട്ടുകാർക്ക് നൽകുന്ന സഹായമാണ്, അവർക്ക് നൽകുന്ന കരുത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ അവനെ കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിയണേ, കൈപിടിച്ച് സഹായിക്കാൻ കഴിയണം. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിൻ്റെ ഇമാമായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ അബ്ദില്ലാഹി അഹ്മദ് ഇബ്നു ഹംബൽ, മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു കടുത്ത പരീക്ഷണം അനുഭവിച്ച പണ്ഡിതനാണ്. ഖൽഖുൽ ഖുർആൻ വാദം നടക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ചർച്ച നടക്കുമ്പോൾ, ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടവനല്ലല്ലോ, അങ്ങനത്തെ അള്ളാഹുവിൻ്റെ വാക്കുകളും സൃഷ്ടിക്കപ്പെട്ടതല്ല, അതുകൊണ്ട് മഖ്ലൂഖ് അല്ല എന്നാണ് വാദിക്കേണ്ടത്. അന്നത്തെ ഭരണാധികാരികൾ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വാദിക്കുന്നവരായിരുന്നു. ഖുർആൻ എന്ന് പറഞ്ഞ പേജും മഷിയല്ല കേട്ടോ, അള്ളാഹിൻ്റെ വചനം നമ്മൾ ഓതുന്ന കലാം, അത് സൃഷ്ടിയല്ല. പേജും അച്ചടിച്ചതൊക്കെ സൃഷ്ടിയാണ്. ഖുർആൻ അള്ളാഹിന്റെ കലാം അത് സൃഷ്ടിയാണെന്ന് വാദിച്ചാൽ സൃഷ്ടികൾക്ക് മാറ്റം വരും, അപ്പൊ ഖുർആൻ മാറ്റണമെന്ന് വരും. അങ്ങനത്തെ ഒരു അബദ്ധം, ഒരു ഗുരുതരമായ ഒരു വിപത്ത് ആ വാദത്തിന്റെ പിന്നിലുണ്ട്. അഹ്മദ് റളിയല്ലാഹുവിനെ പിടിച്ചു നിന്നു. അന്നത്തെ രാജാവ് മഅ്മൂൻ മഹാനായ അഹ്മദ് എന്നവരെ പ്രഹരിക്കാനും അടിക്കാനും ഉത്തരവിട്ടു. അന്നത്തെ മുഅ്തസിം ഉത്തരവിട്ടു. ഭരണാധികാരികൾ മാറി മാറി വന്നു. അവരൊക്കെ ഭീകരമായ താടന പീഡനങ്ങൾ ഈ മഹാനായ പണ്ഡിതനെതിരെ. ആരായ പണ്ഡിതൻ എന്നറിയോ? 50,000 കിലോമീറ്റർ ഹദീസ് പഠിക്കാൻ വേണ്ടി